ഹായ് ഹലോ. കോണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷൻ, അതിലെ ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ലെസൺ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇക്വാലിറ്റി ഓഫ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഡിഫറെൻ്റ് റിലീജിയൻ വരുന്ന ആളുകളുണ്ട്, ഡിഫറെൻ്റ് ജെൻഡേഴ്സ് ഉണ്ട്, ഡിഫറെൻ്റ് ക്ലാസ്സസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ ഇവർക്കൊക്കെ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഈക്വൽ ആയി കിട്ടുന്നുണ്ടോ? അതല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെല്ലാം നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഓരോ സർക്കാരുകളും അതിനുവേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാം. സ്ക്രീന് കാണുന്നുണ്ടോ? ഒരു വലിയ വെൽക്കൊക്കെ കാണില്ലേ? യൂണിറ്റ് 5 ലെസൺ 7, am I right? Implications of equality of educational opportunities. കാണില്ലേ? ഇത് സ്ക്രീൻ റെഡി അല്ലേ? ഓക്കെ, താങ്ക് യു. സോ നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയണേ. There are social inequalities. ഇക്വാലിറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഇനീക്വാലിറ്റി. സമൂഹത്തിൽ ഒരുപാട് ഇനീക്വാലിറ്റീസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു വലിയ വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ഇനീക്വാലിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് ജെൻഡറിന്റെ കേസിലാണെങ്കിലും, അതല്ലെങ്കിൽ സമ്പത്തിന്റെ കേസിലാണെങ്കിലും, സോഷ്യൽ സ്റ്റേറ്റസിന്റെ കേസിലാണെങ്കിലും, ഏതൊരു കേസ് എടുക്കുകയാണെങ്കിലും അവിടെയൊക്കെ എല്ലാവരും ഈക്വൽ ആണെന്ന് പറയാൻ കഴിയില്ല. സോ ദർ ഈസ് ഇനീക്വാലിറ്റി. സോ ഇന്ത്യ അത്തരം ഇനീക്വാലിറ്റി നിലനിൽക്കുമ്പോൾ അവിടെ ഡിസ്ക്രിമിനേഷൻസും നമ്മൾ അനുഭവിക്കുന്നുണ്ട്, നമ്മൾ അതിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സോഷ്യൽ മൂവ്മെന്റുകളും അല്ലെങ്കിൽ എഡ്യൂക്കേഷനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഇൻ ഇന്ത്യ there are some discriminations based on caste, religion, economic status, gender, place of residence, nature of occupation, അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ മേഖലകളിൽ ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കുന്നതാണ്. അത് പാടില്ല എന്നുള്ളത് നമ്മൾ ഒരുപാട് മനസ്സിലാക്കുന്നതുമാണ്. സോ ഈ ഒരു ഇനീക്വാലിറ്റിനെ, അതല്ലെങ്കിൽ ഈ ഒരു ഡിസ്ക്രിമിനേഷനെ ഡീൽ ചെയ്യാൻ, അതിനൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി, അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി, ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു സ്ട്രോങ് വെപ്പൺ ഉണ്ട്. ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ. സോ എഡ്യൂക്കേഷൻ ഈസ് എ ഗ്രേറ്റ് സോഷ്യൽ ലെവലർ. സോ ഇക്വാലിറ്റി സമൂഹത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നത് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ. എവ്രി വൺ ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് എന്നുള്ളതാണ്. ഗാന്ധിജിന്റെ ഒരു വ്യൂ അവിടെ പറയുന്നുണ്ട്. He believed that through education we can bring in a silent social revolution. So bring a silent social revolution. വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് സമൂഹത്തിൽ റവല്യൂഷൻ, വിപ്ലവങ്ങൾ കൊണ്ടുവരാം എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മലാലന്റെ ഒരു കോട്ടൊക്കെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, ഓർമ്മ ഉണ്ടോ? എഡ്യൂക്കേഷന്റെ ഒരു പവറിനെ കുറിച്ചിട്ടൊക്കെ. നിങ്ങളൊരു സ്ത്രീയെ പഠിപ്പിച്ചാല് അത് ഒരു ആഫ്രിക്കൻ അഡേജ് ആയിരുന്നു. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ് എന്നുള്ളത്. എ പെൻ, എ ബുക്ക്, എ ടീച്ചർ ആൻഡ് എ സ്റ്റുഡന്റ് ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്നുള്ളൊരു കോട്ടുണ്ട്. അങ്ങനെ തന്നെയാണ്. സ്ട്രക്ചർ വ്യത്യാസം ഉണ്ടെന്നൊക്കെ ഓർമ്മയില്ല. അതുപോലെ എഡ്യൂക്കേഷൻ ഈസ് എ വെപ്പൺ, എന്തിനു ദാൻ എ സോഡ് എന്നൊക്കെ പറയുന്നുണ്ട്. വാളിനേക്കാൾ മൂർച്ചുള്ള ഒന്നാണ് വാക്കുകൾ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. സോ സമൂഹത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് റിമൂവ് ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള ഒരു വെപ്പൺ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. അതാണ് അതിൻ്റെ ഒരു ഇൻട്രോ. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ മീനിങ് ഓഫ് ഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ അങ്ങനെ എഡ്യൂക്കേഷൻ ആണ് അതിന്റെ ഒരു വെപ്പൺ എന്നുള്ളവർക്ക് എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടണം. അവിടെ ആദ്യം എന്ത് വേണം? എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഇക്വാലിറ്റി കൊണ്ടുവരണം. റൈറ്റ്.
അതിലും ഇനീക്വാലിറ്റി ഉണ്ടായാൽ പിന്നെ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സോ അവിടെ ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 ഡെഫിനിഷൻ പ്രകാരം equality in education or equity in education as making available to all students qualify education from primary school to higher education without discrimination. യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ല. കാസ്റ്റിന്റെ പേരിലോ ജെൻഡറിന്റെ പേരിലോ അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബർത്തിന്റെ പേരിലോ അല്ലെങ്കിൽ റിലീജിയന്റെ പേരിലോ എവിടെയും ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാണ്ട് എല്ലാവർക്കും പ്രൈമറി തലം മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നതാകണം ഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ എന്നാണ് ദ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടുള്ള ഡെഫിനിഷൻ. അപ്പൊ അതിനൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഓൾ ചിൽഡ്രൻ ഷുഡ് ഗെറ്റ് സിമിലർ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റ് ഫെസിലിറ്റേറ്റിംഗ് എവറി വൺ ടു ഗെറ്റ് എഡ്യൂക്കേഷൻ. ദാറ്റ് മീൻസ് ഒന്നുകൂടി ചുരുക്കുകയാണെങ്കിൽ ഓൾ പേഴ്സൺസ് ഷുഡ് ഗെറ്റ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, അല്ലെ, എല്ലാവർക്കും. അപ്പം അത് ആണായാലും പെണ്ണായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും ആരായാലും എല്ലാവർക്കും എഡ്യൂക്കേഷൻ വേണമെന്നുള്ളതാണ്. ദെൻ ഇക്വാലിറ്റി ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ. ഇങ്ങനെ ഇക്വാലിറ്റി കൊണ്ടുവരാനുള്ള കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ്, കുറച്ച് ആർട്ടിക്കിൾസ് ആണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഈ കാണുന്നത്. ആർട്ടിക്കിൾ 14, 15, 16, 17, 18. ഓക്കെ, ഇത്രയും ആർട്ടിക്കിൾസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ 14 എന്താ പറയുന്നത്? ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ദ ലോ or the equal protection of the law within the territory of India. അഥവാ എല്ലാവർക്കും എന്ത് കിട്ടണം? ഈക്വാലിറ്റി കിട്ടണം, നിയമത്തിന് മുന്നിൽ തുല്യത കിട്ടണം. സോ നിയമം എന്താണ്? എല്ലാവർക്കും വിദ്യാഭ്യാസം ഒരുപോലെ കിട്ടണം. സോ ആ നിയമത്തിന് മുന്നിൽ തുല്യത കിട്ടണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തുല്യമായ എഡ്യൂക്കേഷൻ കിട്ടണം എന്ന് നമുക്ക് അതിനെ കണക്ട് ചെയ്യാം. 15 പറയുന്നത് എന്താണ്? The article forbid discrimination on grounds of any religion, race, caste, etc. അഥവാ ഒരു തരത്തിലും ഒരു മേഖലയിലും ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ളത് ആർട്ടിക്കിൾ 15 പറയുമ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡിലും ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്ന് നമുക്ക് ഉറപ്പാക്കാം. സോ നോ സിറ്റിസൺ ഷുഡ് ബി പ്രിവെന്റഡ് ഫ്രം പബ്ലിക് പ്ലേസസ്. അഥവാ പബ്ലിക് പ്ലേസിൽ എല്ലാവർക്കും വരാൻ കഴിയണം. സോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും എല്ലാവർക്കും വരാൻ കഴിയണം. 16 ആർട്ടിക്കിൾ 16 പറയുന്നത് എന്താണ്? ക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ് ആൻഡ് prevents the state from any sort of discrimination on the grounds of religion. വീണ്ടും ഈ ഒരു ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ടാണ്. സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ രാജ്യം സ്റ്റേറ്റ് എന്ത് ചെയ്യണം? ഡിസ്ക്രിമിനേഷൻ നിർബന്ധമായിട്ടും ഒഴിവാക്കണം. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് നിർബന്ധമായും അഷ്യൂർ ചെയ്യണം, അല്ലെങ്കിൽ അത് എൻഷുർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 17 പറയുന്നത് ദ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി ഇൻ എനി ഫോം, അഥവാ ഫോർബിഡിങ് ഓർ ഫോർബിഡ്സ് ദ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി ഇൻ എനി ഫോം. എവിടെയാണെങ്കിലും അൺടച്ചബിലിറ്റി എന്നുള്ളത് നിർബന്ധമായും ഒഴിവാക്കണം എന്നുള്ളതാണ്. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഉയർന്ന ജാതിക്കാർ വരുമ്പോൾ താഴ്ന്ന ജാതിക്കാരെ വഴിയിൽ നിന്ന് മാറി നിൽക്കണം, പബ്ലിക് പ്ലേസിൽ വരാൻ പാടില്ല, അവർ സ്പെഷ്യലായിട്ട് അവരുടെ കടകളിൽ നിന്ന് മാത്രമേ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ, ഇന്ന സമയം ഒരു പബ്ലിക് പ്ലേസിൽ വരാൻ പറ്റാത്ത സമയങ്ങള്, വൈകുന്നേരങ്ങളിലൊന്നും അവർക്ക് അങ്ങോട്ട് വരാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനാചാരങ്ങള് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനോ അൺടച്ചബിലിറ്റിയോ ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. then ആർട്ടിക്കിൾ 18 എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? at no title not being a military or academic distinction shall be conferred by the state. No title not being a military or academic distinction shall be conferred by the state. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകം ആളുകൾക്ക് ഒരു പ്രത്യേക സ്ഥാനമാനങ്ങൾ, അങ്ങനെ ടൈറ്റിൽസ് ഒരു സ്റ്റേറ്റ് അതോറിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടതില്ല. അഥവാ എല്ലാവരെയും ഒരുപോലെ കണ്ടാൽ മതി, എല്ലാവരും ഒരു ഈക്വൽ കൺസിഡറേഷൻ കിട്ടുന്ന പൗരന്മാരായി നിന്നാൽ മതി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കോസസ് ഓഫ് ഇനീക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ഇനീക്വാലിറ്റി വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? അപ്പൊ ഈ ഒരു ചാപ്റ്ററിനൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കോസസ് ഓഫ് ഇനീക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ ഒക്കെ വേണമെങ്കിൽ കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇതിൽ കുറച്ചധികം ഇതിൽ പറയുന്നുണ്ട്, ഇനീക്വാലിറ്റീസ് കോസസ് പറയുന്നുണ്ട്. 7 കോസസ് ആണ് പ്രധാനമായിട്ട് നമ്മുടെ ബുക്കിൽ പറയുന്നത്. ഒന്ന്, ഹ്യൂജ് ഡിസ്പാരിറ്റി ഇൻ സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്റ്റേറ്റസ്, അവരുടെ ആ ഒരു സ്ഥാനം, അതിലുണ്ടാകുന്ന ഡിസ്പാരിറ്റീസ് ഒരു പക്ഷേ എഡ്യൂക്കേഷണൽ ഇനീക്വാലിറ്റി കൊണ്ടുവരാം. അഥവാ പൈസയുള്ള ആളുകൾ, ഉയർന്ന സോഷ്യൽ സ്റ്റേറ്റസുള്ള ആളുകൾക്ക് മാത്രം എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു സിസ്റ്റം നാട്ടിൽ വന്നേക്കാം. സ്റ്റാറ്റസ് ഓഫ് പാരന്റ്സ് റിഫ്ലക്റ്റഡ്.
പലപ്പോഴും പാരന്റ്സിന്റെ ഒരു സ്റ്റേറ്റസും അതിന്റെ ഭാഗമാകാം. കാരണം പാരന്റ്സിന്റെ ഒരു സ്റ്റേറ്റസ് ആണല്ലോ മക്കൾക്ക് കൂടി എന്ത് കിട്ടാം ആ ഒരു സമൂഹത്തിൽ കിട്ടുന്നുണ്ടാവുക. ദെൻ റീജിയണൽ ഇംബാലൻസ് ആണ്. പല റീജിയൻ എന്നുള്ള ഡിസ്പാരിറ്റി ഇൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ അവൈലബിൾ ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് അവർ കൺട്രി. ഓരോ സംസ്ഥാനത്തും ഓരോ തരത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളാണ്, സ്റ്റാൻഡേർഡ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, അപ്പൊ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ബീഹാർ, ഒഡീഷ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് ലാഗ് ഇൻ എഡ്യൂക്കേഷൻ. ഇവരൊക്കെ വിദ്യാഭ്യാസത്തില് കുട്ടികൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ സ്റ്റാൻഡേർഡിൽ ലാഗ് ചെയ്യുന്നുണ്ട് അഥവാ കുറവുണ്ട് എന്നുള്ളതാണ്. കേരള, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എഡ്യൂക്കേഷണൽ സിസ്റ്റം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രോഗ്രസ് ഉണ്ട് എന്നും മനസ്സിലാക്കുന്നു. സോ റീജിയണൽ ഇംബാലൻസ് ഇനീക്വാലിറ്റി കൊണ്ടുവരും. അഥവാ കേരളത്തിൽ കിട്ടുന്ന അതേ ഓപ്പർച്യൂണിറ്റീസ് ഈ പറഞ്ഞ ഉത്തർപ്രദേശിലോ ഒഡീഷയിലോ ബീഹാറിലോ ആളുകൾക്ക് കിട്ടണം എന്നില്ല. 3, ഇനീക്വാലിറ്റി ഇൻ ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അവൈലബിൾ അഥവാ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി ഓഫ് സ്കൂളാണ്, അവിടുത്തെ കരിക്കുലാണ്, അവിടുത്തെ ടീച്ചിങ് സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, സോ ദ സ്റ്റാൻഡേർഡ് ഓഫ് സ്കൂൾസ് ആൻഡ് കോളേജസ് ക്രിയേറ്റ് ആൻ എക്സ്ട്രീംലി ഇന്ററാക്റ്റബിൾ ഫോം ഓഫ് എഡ്യൂക്കേഷൻ. സോ നമ്മുടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അഥവാ ബേസിക് ഫെസിലിറ്റീസ് സ്ട്രോങ് ആവുക, നല്ല ഫെസിലിറ്റീസ് ഉണ്ടാവുക, നല്ല ടീച്ചേഴ്സ് ഉണ്ടാവുക, നല്ല സ്ട്രാറ്റജീസ് ഉണ്ടാവുക, നല്ല കോകരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടാവുക, അതൊക്കെ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഉണ്ടാവണം. സോ അതിന്റെ ഒരു ഡിസ്പാരിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യത്യാസങ്ങൾ ഇൻഇക്വാലിറ്റി ഈ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ കൊണ്ടുവന്നേക്കാം. ദെൻ ഡിസ്പാരിറ്റീസ് ഇൻ ദ എഡ്യൂക്കേഷൻ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്, അല്ലെ? പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരേപോലെ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ നാട്ടിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിലല്ലെങ്കിലും പുറമെ അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മുടെ നാട്ടില് സ്ത്രീകൾക്കും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അവര് എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം കൃത്യമായി ഒരു ഈക്വൽ എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരു പരിധി വരെ ഇപ്പം പറയാം കേരളത്തിന്റെ അവസ്ഥയില്. അഥവാ നമുക്കിപ്പോ നമ്മുടെ വീട്ടില് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒന്ന് വെച്ചാല് അവരിങ്ങനെ +2 ഡിഗ്രി വരെ പഠിക്കുക എന്നുള്ളതല്ല, അവർക്ക് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാഭ്യാസം, ഒരു കോഴ്സ് അവരാഗ്രഹിക്കുന്ന ഒരു കോളേജിൽ പോയി പഠിക്കാനുള്ള ഒരു എന്താ പറയാ ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടോ? എന്റെ വീട്ടിലുണ്ട്. നാട്ടിലുണ്ടോ? ബേസിക് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. ബേസിക് എഡ്യൂക്കേഷൻ മാത്രമല്ല, എത്രത്തോളം അവർക്കൊരു PG എടുക്കണം, എന്നാല് ഒന്ന് അബ്രോഡ് പോയി PG എടുക്കണം, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയി പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു ആൺകുട്ടി പറയുമ്പോഴും ഒരു പെൺകുട്ടി പറയുമ്പോഴും പാരന്റ്സ് ഒരേപോലെ പരിഗണിക്കും? ഇല്ല. എല്ലായിടത്തും. അതൊരു പ്രശ്നമാണ്, അല്ലെ? ദെൻ ഇൻഇക്വാലിറ്റീസ് ഇൻ ഹോം കണ്ടീഷൻ ഓഫ് പീപ്പിൾ ആണ് നെക്സ്റ്റ് ഒരു പോയിന്റ്. അഥവാ ഹോം എൻവയോൺമെന്റ്, അതൊരു റൂറൽ ഹോമും അല്ലെങ്കിൽ അർബൻ ഹോമും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ റൂറൽ കൾച്ചറുള്ള പാരന്റ്സും അർബൻ കൾച്ചറുള്ള പാരന്റ്സ്, ഇവരൊക്കെ ഈ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ചിന്തിക്കുന്നത് 2 തരത്തിലായിരിക്കും, അല്ലെ? ഇന്നൊക്കെ കുറച്ചുകൂടി നമ്മൾ അപ്ഡേറ്റഡ് ആണ്. നമ്മൾ റൂറൽ ഏരിയസ് ഒക്കെ ഒരു അർബനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ അർബൻ ഏരിയയിൽ നിന്നുള്ള ആളുകൾ സിറ്റികളിലും അതുപോലെ തന്നെ അബ്രോഡ് പോയി പഠിക്കുന്നു, റൂറൽ ഏരിയയിൽ നിന്നുള്ള ആളുകൾ നമ്മുടെ സർക്കാർ സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ നേറ്റീവ് പ്ലേസിൽ അവൈലബിൾ ആയ കോഴ്സ് മാത്രം ചെയ്യുന്നു എന്നതിലേക്കൊക്കെ ഉണ്ടായിരുന്നു. Then huge disparities among the social classes. That means social class means different communities നുള്ള അല്ലെങ്കിൽ ബാക്ക്വേർഡ് ആയ ആളുകൾ, മാർജിനലൈസ്ഡ് ആയ സെക്ഷൻ അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റി, വീക്കർ സെക്ഷൻ, ഇങ്ങനെ കുറച്ച് ബാക്ക്വേർഡ് ആകുന്ന ആളുകളും അല്ലെങ്കിൽ ഫോർവേഡ് ആയ കമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ സോഷ്യൽ ക്ലാസ്സുകൾ തമ്മിലുള്ള ഒരു ഡിസ്പാരിറ്റി, അതും ഒരു ഇനീക്വാലിറ്റിക്ക് കാരണമാകുന്നുണ്ട്. ഇപ്പൊ മുസ്ലിം പെൺകുട്ടികളൊക്കെ ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ അഡ്വാൻസ്ഡ് ആയി വന്നു. കുറച്ച് മുമ്പാണെങ്കിൽ മുസ്ലിം പെൺകുട്ടികൾ അങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് അധികം വിദ്യാഭ്യാസം നേടാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒരു വാസ്തവമാണ്. ദെൻ ഇനീക്വാലിറ്റി ഇൻ മാനേജ്മെന്റ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബേസിക് ഫെസിലിറ്റീസിന്റെ ഭാഗമാണ് ഇതും. ഈ നല്ല മാനേജ്മെന്റ്, നല്ലൊരു മാനേജ്മെന്റും നല്ലൊരു ടീം ഓഫ് ടീച്ചേഴ്സും ഉണ്ടെങ്കിൽ അവിടെ നല്ല എഡ്യൂക്കേഷൻ കിട്ടും. നല്ല മാനേജ്മെന്റ് ഇല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും എന്നുള്ളതാണ്. സോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതിൽ ഭയങ്കര പ്രധാനമായ ഒരു പങ്ക് ഉണ്ട്. അവിടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിൽ ഒരു വലിയ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദ മാനേജ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഓർ സെന്റർ ഓർ ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓർ ട്രസ്റ്റ്.
ഇതിലൊക്കെ എഡ്യൂക്കേഷനിൽ ഒരു ഡിഫറൻസസ് ഉണ്ടാവും. ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കണ ആ ഒരു ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ആവില്ല എയ്ഡിൽ ഉണ്ടാവുക. എയ്ഡിലുള്ള അതാവില്ല ഒരു സാധാരണ പ്രൈവറ്റ് ഉണ്ടാവുക, അതാവില്ല ഒരു ഇന്റർനാഷണൽ സ്കൂൾ ഉണ്ടാവുക. അതിലൊക്കെ എന്തുണ്ടും ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു 8ാം ക്ലാസ്സിൽ പോകുന്ന കുട്ടി ഇംഗ്ലീഷ് CBSE പോണത് ഒരു പിന്നെ സിറ്റുവേഷനിലേക്കാണ് പോണത്. സർക്കാർ സ്കൂളിൽ സാധാരണ ക്ലാസ് റൂമിലേക്ക് പോകുന്നത് വേറെ സിറ്റുവേഷൻ ആണ്, സാധാരണ പ്രൈവറ്റ് സ്കൂളിലേക്ക് പോകുന്നത് വേറെ സിറ്റുവേഷൻ ആണ്, അതല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ സ്കൂളുമായി ബന്ധപ്പെട്ട് പോകുന്നത് വേറെ സിറ്റുവേഷൻ ആണ്. എല്ലാവർക്കും ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ ഈക്വൽ സ്റ്റേറ്റസോ അല്ലെങ്കിൽ ഈക്വൽ എന്താ പറയാ സ്റ്റാൻഡേർഡോ ഒന്നും കിട്ടണം എന്നില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പം ഇപ്പൊ നമ്മൾ കണ്ടതാണ് കോസസ് ഫോർ ഇനീക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. ഇതിൽ 7 കോസസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി 4 വേസ് ആൻഡ് മീൻസ് ടു പ്രൊവൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ എഡ്യൂക്കേഷൻ. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ സംഭവം ഈ ഒരു യൂണിറ്റിൽ 2-3 സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ ഞാൻ ഒരു പ്രാവശ്യമാണ് ഇത് നമ്മളിങ്ങനെ കാര്യമായിട്ട് നോക്കേണ്ടതുള്ളൂ. പിന്നെ വരുമ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ എന്ന് പറയും. റൈറ്റ്. സോ എങ്ങനെയാണ് നമുക്ക് ഈ ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ പറ്റുക, ഇതാണ് ഇനിയുള്ള ഈ ഒരു കുറച്ച് ഭാഗങ്ങളിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലുണ്ടോ അല്ലെങ്കിൽ ഇതിന് വരേണ്ടതുണ്ടോ എന്നൊക്കെ ഒരു ക്രിട്ടിക്കൽ ഐ നിങ്ങളെ മനസ്സിൽ ഒരു ക്രിട്ടിക്കൽ ഐയോട് കൂടി ഇത് കാണുക. ഓക്കെ, ഒരു ക്രിട്ടിക്കൽ ഐയോട് കൂടി ഇത് കേൾക്കുക. സോ ഇവിടെ സം ഡ്രാസ്റ്റിക് മെഷേഴ്സ് ആർ ഇമ്പോർട്ടന്റ്. പ്രധാനമായ കുറച്ച് മാറ്റങ്ങൾ വേണമെന്നാണ് പറയുന്നത്. ഒന്ന്, യൂണിഫോം പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ അക്രോസ് ദ കൺട്രി. രാജ്യത്ത് മുഴുവൻ ഒരു യൂണിഫോം പാറ്റേൺ, ഒരേ രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം വേണം. നമ്മുടെ നാട്ടിലുണ്ടോ? എന്തെങ്കിലും മാറ്റം വരേണ്ടതുണ്ടോ? നമ്മുടെ നാട്ടിൽ നിലവിലില്ല, മാറ്റം വരേണ്ടതുണ്ട്. ഒരു യൂണിഫോം പാറ്റേൺ ഉണ്ടായിരുന്നില്ല, അത് യൂണിഫോം പാറ്റേൺ ആക്കാനാണ് ഇപ്പോ എന്ത് ചെയ്യുന്നത്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കുറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ട്. എന്നാലും ഒന്നും ലാസ്റ്റ് അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും ഉള്ള മാറ്റങ്ങളുണ്ട്. അങ്ങനെ ഒരു യൂണിഫോമിറ്റി കുറവുണ്ട്. ഓക്കെ. 2, കോമൺ സ്കൂൾ സിസ്റ്റം ഫോർ പബ്ലിക് എഡ്യൂക്കേഷൻ, അഥവാ നമ്മുടെ സർക്കാർ സ്കൂളുകൾ, അത്തരം പിന്നെ എല്ലാവർക്കും വരാൻ പറ്റുന്ന സ്കൂളുകൾ. ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്, വീക്ക്നെസ് ഓഫ് ദ പ്രസന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം, ചിൽഡ്രൻ ആർ സെലക്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ കപ്പാസിറ്റി ടു പേ ഫീ, അഥവാ നോ ട്യൂഷൻ ഫീ വിൽ ബി ചാർജ്ഡ്. പൈസ വാങ്ങാത്ത എല്ലാവർക്കും ഫ്രീ ആയി വന്ന് പഠിക്കാൻ പറ്റണേ, നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്ന, നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ള സ്കൂളുകൾ, ഒരു കോമൺ സ്കൂളിംഗ് സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടോ? ട്യൂഷൻ ഫീ വാങ്ങരുത്, എല്ലാവർക്കും നല്ല പിന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്ന അല്ലെങ്കിൽ നല്ല സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. സ്കൂളുകളിലൊക്കെ ഒരു ഇതൊക്കെ അല്ലെ സ്റ്റാൻഡേർഡ് ഉയർന്നിട്ടുണ്ട്. ദെൻ റിമൂവൽ ഓഫ് റീജിയണൽ ഇംബാലൻസ്. നമ്മൾ എന്ത് ചെയ്യണം? റീജിയണൽ ഇംബാലൻസ് കുറക്കണം എന്നാണ്. അഥവാ പിന്നെ പരമാവധി എല്ലാ റീജിയണിലും എന്ത് കൊടുക്കുക, സ്കൂളുകളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു റീജിയണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് കുറക്കുക. റീജിയണൽ ഇംബാലൻസ് ഉണ്ടോ? ചില സ്ഥലത്ത് കൂടുതൽ സ്ഥാപനങ്ങൾ, ചില സ്ഥലത്ത് അധികം സ്ഥാപനങ്ങൾ ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ, ഇപ്പൊ എല്ലാ പഞ്ചായത്തിലും ആയി വരുന്നേ ഉള്ളൂ കേട്ടോ, എല്ലായിടത്തും ആയിട്ടില്ല. പണ്ടത്തിനേക്കാളും കുറെ ബെറ്റർ ആയിട്ട് ബെറ്റർ, കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. പക്ഷെ അതിലേക്ക് എത്തുന്നുണ്ട്, പക്ഷെ എത്തിയിട്ടില്ല. ചില ദിവസങ്ങളിലൊക്കെ ദൂരെ കുട്ടികൾ പോയി പഠിക്കേണ്ട അവസ്ഥ ഉണ്ട്. ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളോട്ടൊക്കെ അതെ അതെ കുറെ ദൂരം യാത്രയായിട്ടൊക്കെ പോകുന്നൊക്കെ ചില സ്ഥലത്ത് ചില സ്ഥലത്ത് അതിന് വേണ്ടിയിട്ട് കുറച്ചധികം സ്കൂളുകളുള്ള ഒരവസ്ഥയും ഉണ്ട്. ദെൻ റിമൂവൽ ഓഫ് അർബൻ റൂറൽ ഡിഫറൻസ് ഇൻ എഡ്യൂക്കേഷൻ. അർബനിലും റൂറലിലും കിട്ടുന്ന എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ഒക്കെ തുല്യമാക്കണം എന്നാ പറയണേ, എങ്കിൽ ഈക്വാലിറ്റി കൊണ്ടുവരാന്നാ പറയണേ. അത് പെട്ടെന്ന് നടപ്പിലാവൂല അല്ലെ. അർബനിൽ കുറെ കുട്ടികളുണ്ടാവും, അവിടെ കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ടാവും. അതേപോലെ തന്നെ റൂറലിലും കിട്ടുക എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും, പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയണമെന്നില്ല. ദെൻ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഉറപ്പാക്കട്ടോ. ഞാൻ പറയുന്നത് ഫെസിലിറ്റീസോ അല്ലെങ്കിൽ സിലബസിലോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് സാധ്യമാവില്ല. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഗേൾസ് എഡ്യൂക്കേഷൻ, അഥവാ ഗേൾസിന് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം, എങ്കിലും ഇനീക്വാലിറ്റി ഒഴിവാക്കാം എന്നാ പറയണേ. ഗേൾസിന് പ്രത്യേകിച്ചൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തത് നമ്മുടെ നാട്ടിലില്ലാലോ. ഇല്ല, ഇപ്പൊ കൂടുതലാണ് ഓപ്പർച്യൂണിറ്റി, കൂടുതലാണ് എന്റെ അഭിപ്രായം. പിന്നെ സ്കൂൾസ് ഫോർ ഹാൻഡിക്യാപ്ഡ് ആണ്. അപ്പൊ സ്പെഷ്യൽ സ്കൂൾസ് തുടങ്ങുക അല്ലെങ്കിൽ അത് ഓപ്പൺ ആക്കുക, അവർക്കുള്ള ട്രെയിനിങ് ഒക്കെ. അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? സ്പെഷ്യൽ സ്കൂൾസിനെ കുറിച്ചിട്ട്
നമ്മളിവിടെ ടണലൊക്കെ ഉണ്ട്. തണലുണ്ട്, എന്നാൽ അത് പോരാ. പലപ്പോഴും സ്പെഷ്യൽ നമ്മൾ CWS എന്ന് നമ്മൾ പറയാം, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അവർക്കുള്ള ഒരു പ്രോപ്പർ ട്രെയിനിങ്ങും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറവാണ് നമ്മുടെ നാട്ടില്. എന്നാൽ അവിടെ നിങ്ങൾക്ക് അറിയാം, അവർക്കുള്ള തെറപ്പിയും അവർക്കുള്ള ചികിത്സയൊക്കെ അവർ ഭയങ്കര ലോങ് ക്യൂ വെയിറ്റിംഗ് ഒക്കെ ആവശ്യമായി വരാറുണ്ട് പൊതുവെ. ഓക്കെ, അതൊരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള നമ്മുടെ നാട്ടിൽ ഒരുപാട് സാധ്യത ഉള്ള ഒരു മേഖലയാണ് കേട്ടോ ഈ സ്പെഷ്യൽ ടീച്ചർ എന്നുള്ള സംഭവം. കാലിക്കറ്റിലൊക്കെ ഉണ്ട്, കാലിക്കറ്റ്, മലപ്പുറം, ഈ പരപ്പനങ്ങാടി ഏരിയയിലൊക്കെ ഉണ്ടല്ലോ. ഉണ്ട് തിരുവിതാംകൂർ അവിടെയൊക്കെ ഭാഗത്തുണ്ട്. നമ്മുടെ വെച്ചാല് ഇപ്പോ സർക്കാർ സ്കൂളിന്റെ ഭാഗമായി ഇങ്ങനെ ആഴ്ചയിൽ 2 ദിവസം അങ്ങനെയൊക്കെ താൽക്കാലികമായിട്ടൊക്കെ പ്രവർത്തിക്കണം. പിന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്, ബഡ്സ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഉണ്ട്. പിന്നെ ഈ സൈക്കോളജി, അവിടെയുള്ള തെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള പിന്നെ ഈ ബിഹേവിയറൽ തെറപ്പി, അങ്ങനെയുള്ള കുറച്ച് മേഖലയിൽ നല്ല അവസരങ്ങൾ വരുന്നുണ്ട്. അഡ്വർടൈസ്മെന്റ് കണ്ടു എന്തൊക്കെയോ വേക്കൻസി ഉണ്ടെന്ന്. അതെ. പിന്നെ അടുത്തത് വെച്ചാല് എഡ്യൂക്കേഷൻ ഫോർ ദ വീക്കർ സെക്ഷൻ സൊസൈറ്റിയാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അവരെ പ്രൊമോട്ട് ചെയ്യുന്ന എഡ്യൂക്കേഷൻ കൊണ്ടുവരണം എന്നാണ്. ദാറ്റ് മീൻസ് അവർക്ക് കുറച്ച് സീറ്റ് റിസർവ് ചെയ്യാം. അവർക്കായിട്ട് ഇപ്പൊ സ്കൂൾ പണിതാലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല, അത് അവരെ മേഖലയിൽ പറ്റുള്ളൂ. പക്ഷെ എന്നാലും അവരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈക്വാലിറ്റി കൊണ്ടുവരാനുള്ള മറ്റൊരു മാർഗം. 8 അബോളിഷൻ ഓഫ് ട്യൂഷൻ ഫീ ആണ്. അഥവാ പ്രൈമറി എഡ്യൂക്കേഷൻ ഷുഡ് ബി മെയ്ഡ് കംപ്ലീറ്റ്ലി ഫ്രീ. അല്ലെ, നമ്മളെ നാട്ടിലത് ഉണ്ട്. ഇത് അന്നത്തെ ഒരു കുറച്ച് പഴയ സിസ്റ്റം ആണ് കേട്ടോ, അന്നത്തെ ഒരു റെക്കമെൻഡേഷൻസ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. ദെൻ ലിബറൽ സ്കീംസ് ഫോർ സ്കോളർഷിപ്പ്, അഥവാ ഗ്രാൻഡുകള്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അതേപോലെ തന്നെ ഫ്രീ സ്റ്റേഷനറീസ്, യൂണിഫോം, മിഡ് ഡേ മീല്, ഇങ്ങനെയുള്ളതൊക്കെ ഫ്രീ ആയി കൊടുക്കുക, സ്കോളർഷിപ്പ് കൊടുക്കുക, ചിലപ്പോ നമ്മളെ ഈ ബാങ്ക് ലോണിനുള്ള ഫെസിലിറ്റീസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം. Then students at higher secondary classes should be given free cycle and a laptop, കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടോ അത്? ഇല്ല, കേരളത്തിൽ അത് കുറവാണ്. തമിഴ്നാട് അത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങളെ കുട്ടിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കർണാടകയിൽ സൈക്കിൾ. തമിഴ്നാടും സൈക്കിള്, ലാപ്ടോപ്പ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. പിന്നെ കമ്പൽസറി എഡ്യൂക്കേഷൻ അപ് ടു സെക്കൻഡറി സ്റ്റേജ്, നമ്മളിവിടെ ഏകദേശം കമ്പൽസറി ആയി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സീനിയർ സെക്കൻഡറി വരെയൊക്കെ ഏകദേശം കമ്പൽസറി ആയി തന്നെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൽ പറയാനുള്ളത്. അപ്പം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വേസ് ആൻഡ് മീൻസ് ടു പ്രൊവൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. അഥവാ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇതിൽ പറഞ്ഞത് 10 കാര്യങ്ങൾ ചെയ്യാമെന്നാണ് നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ നമ്മളിപ്പോ ചർച്ച ചെയ്തത്. ഇനി കോത്താരി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ കുറച്ച് റെക്കമെൻഡേഷൻ ആണ് ഈ ഒരു ഈക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള ഈ ഒരു മേഖലയിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഇതിൽ പറയാൻ കേട്ടോ. അപ്പൊ ഒന്ന് പറഞ്ഞത് ഡയറക്റ്റ് കോസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഓൾ എഡ്യൂക്കേഷൻ ഷുഡ് ബി ഫ്രീ എന്നാണ് പറയുന്നത്. ദ കൺട്രി ഷുഡ് വർക്ക് ടുവേർഡ്സ് എ സ്റ്റേജ് വെൻ ഓൾ എഡ്യൂക്കേഷൻ ഷുഡ് ബി ഫ്രീ. എല്ലാ എഡ്യൂക്കേഷനും കുട്ടികൾക്ക് ഫ്രീ ആയി കിട്ടുന്ന ഒരു സിസ്റ്റം വരണം എന്നുള്ളതാണ്. നമുക്കിപ്പോ അറിയാം, ഇപ്പൊ ഒരു PG വരെ ഒക്കെ ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ ഫ്രീ ആയി കിട്ടുന്നുണ്ട്, എല്ലാവർക്കും സീറ്റ് ഇല്ലെങ്കിലും, അല്ലെ. ഇനി അങ്ങനത്തെ സ്കൂളുകൾ എന്ത് ചെയ്യണം, വർദ്ധിപ്പിക്കണം. അങ്ങനെ ഒരു എല്ലാവർക്കും ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് എല്ലാവർക്കും +1 അഡ്മിഷൻ കിട്ടുന്നു ഗവൺമെന്റ് സ്കൂൾ തന്നെ, എല്ലാവർക്കും ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുന്നു, എല്ലാവർക്കും PGക്ക് അഡ്മിഷൻ കിട്ടുന്ന ഒരവസ്ഥ വന്നാൽ നമ്മുടെ വിദ്യാഭ്യാസം വളരെ ഗണ്യമായിട്ട് കൂടും. അതേപോലെ തന്നെ ടെക്നിക്കൽ സ്കൂളുകളും ട്രെയിനിങ് സ്ഥാപനങ്ങളും ഒക്കെ കടന്നു വരേണ്ടതുണ്ട്, അല്ലെ. ആൻഡ് അതർ പ്രൈവറ്റ് കോസ്റ്റ്, ദാറ്റ് മീൻസ് reduce the expenses of uniform, transportation, midday meals, textbook. ഇതിലൊക്കെ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഉണ്ടാവണം. കുട്ടികൾക്ക് അതൊക്കെ കുറഞ്ഞ കോസ്റ്റിൽ കിട്ടണം. ഇപ്പോൾ യൂണിഫോം ആണെങ്കിൽ ഫ്രീയോ അല്ലെങ്കിൽ അതിൽ ഒരു കുറഞ്ഞ പൈസക്കോ, ട്രാൻസ്പോർട്ടേഷൻ ഫുൾ ഫ്രീ ആയി കിട്ടുക. മിഡ് ഡേ മീൽ ഇപ്പോൾ ഏകദേശം 9ാം ക്ലാസ് 10ാം ക്ലാസ് വരെയൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള റൈറ്റിംഗ്, ലേണിംഗ് മെറ്റീരിയൽസ്, ഇതൊക്കെ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞ കോസ്റ്റിനോ കിട്ടുക എന്നുള്ളതാണ് കോത്താരി കമ്മീഷന്റെ മറ്റൊരു റെക്കമെൻഡേഷൻ. പിന്നെ മറ്റൊന്ന് സ്കോളർഷിപ്പ് ആണ്. സ്കോളർഷിപ്പിൽ കൺസിഡറബിൾ എംഫസിസ് ഷാൽ ബി ഗിവൻ ടു ദ സ്കോളർഷിപ്പ് ആൻഡ് ഹോസ്റ്റലേഴ്സ്, ഡേ സ്കോളേഴ്സ് ഷാൽ ബി കൺസിഡർ. അഥവാ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക ഫണ്ട് അല്ലെങ്കിൽ പ്രത്യേക സ്കീമുകൾ വേണം. ഡേ സ്കോളേഴ്സിനെ പ്രത്യേകം പരിഗണിക്കണം. 50% നാഷണൽ സ്കോളർഷിപ്പ് ഷുഡ് ബി അവാർഡ് ഓൺ ദ സ്റ്റേറ്റ് ബേസിസ്.
50% എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ബേസിസിൽ ഇങ്ങനെ സ്കോളർഷിപ്പ് കൊടുക്കണം എന്നാ പറഞ്ഞത്. പിന്നെ ലോൺ സ്കോർ ഷുഡ് ബി ഓർഗനൈസ്ഡ് ഫോർ ദ സയൻസ് ആൻഡ് പ്രൊഫഷണൽ കോഴ്സസ്. പ്രൊഫഷണൽ കോഴ്സിന് അറിയാം കുറച്ച് ഫീ കൂടുതലായിരിക്കും, അവർക്ക് ലോൺ കിട്ടാൻ വേണ്ട ഒരു ലോൺ സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യണം. ദെൻ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, ഡേ സ്റ്റഡി സെന്റേഴ്സ്, ലോഡ്ജിങ് ഹൗസസ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ സംവിധാനങ്ങൾ കൂടി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ ഫോർ വിമൻ ആണ്. സ്ത്രീകൾക്ക് പ്രത്യേകം എന്ത് ചെയ്യണം, ഗേൾസ് ഷുഡ് റിസീവ് സ്പെഷ്യൽ അറ്റൻഷൻ. സ്ത്രീകളെ പ്രത്യേകം പരിഗണിക്കണം, അവർക്ക് പ്രത്യേകം എഡ്യൂക്കേഷൻ കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രത്യേക എഡ്യൂക്കേഷൻ ആണ് കേട്ടോ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ ഓഫ് ദ ഹാൻഡിക്യാപ്ഡ് അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക്, അവർക്ക് ഇന്റഗ്രേറ്റിംഗ് ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ഇൻ ടു റെഗുലർ സ്കൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒക്കെ പറഞ്ഞു, ഇന്റഗ്രേഷൻ ഒക്കെ പറഞ്ഞു. അപ്പൊ ആ ഇന്റഗ്രേഷൻ നടപ്പിലാക്കണം എന്ന് കോത്താരി കമ്മീഷൻ എന്ത് ചെയ്തിട്ടാണ്, റെക്കമെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ അതൊക്കെ നടപ്പിലായിട്ടുണ്ട് അല്ലെ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ റീജിയണൽ ഇംബാലൻസ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുണ്ട്, ഒരുപാട് സ്കൂളുകളൊക്കെ അലോ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ സീറ്റുകൾ കൂട്ടിയിട്ടുണ്ട്. ദെൻ എഡ്യൂക്കേഷൻ ഓഫ് ദ ബാക്ക്വേർഡ് ആൻഡ് ട്രൈബൽ ഏരിയയിലൊക്കെ സ്കൂളുകൾ ഇപ്പോൾ കുറേയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, അവർക്കുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് റിസർവേഷൻ ഓഫ് സീറ്റ് ഇൻ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ. അങ്ങനെ ഈ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളുകളൊക്കെ എന്ത് ചെയ്യണം, സീറ്റ് റിസർവ് ചെയ്യണം, പ്രത്യേകിച്ച് ബാക്ക്വേർഡ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിനൊക്കെ. ദെൻ ഹൈ ക്വാളിറ്റി ഇൻ ഗവൺമെന്റ് റൺ സ്കൂൾസ്. ഗവൺമെന്റ് സ്കൂളുകൾ നിലവാരം വർദ്ധിപ്പിക്കണം. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞാനൊരു മിഡ് ഡേ മീല് അഥവാ ലഞ്ച് കഴിച്ചത് ഒരു സർക്കാർ സ്കൂളിൽ നിന്നാണ്. ഇവിടെ 3 തരം കൂട്ടാനും നല്ല ചോറും നല്ല കറിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പെരി, നമ്മളെ പുളിയിഞ്ചി എന്നൊക്കെ പറയില്ലേ, ആ സാധനം. അങ്ങനെ നല്ല ഫുഡ്, നല്ല പിന്നെ കറി, അതിലേക്കുള്ള നല്ല ഉപ്പേരി, അതൊക്കെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ഇന്ന് കഴിക്കാൻ പറ്റി എന്നുള്ള സന്തോഷം രേഖപ്പെടുത്താണ്. അപ്പൊ നമ്മൾ ഇപ്പൊ എന്താ പറഞ്ഞത്, റെക്കമെൻഡേഷൻസ് ഓഫ് കോത്താരി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ്. ഒരു 9 റെക്കമെൻഡേഷൻസ് ഉണ്ട്. ഒരു 5-8 7 നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണത് നല്ലതാണ്. ഇതിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, കോത്താരി കമ്മീഷൻ പറഞ്ഞു വെച്ചത് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ സ്കോളർഷിപ്പ് കൊടുക്കണം, പ്രൈവറ്റ് സ്കൂൾ അവര് ഫീ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം ഫ്രീ ആക്കി കൊടുക്കണം, ഇത് തന്നെയാണ് എല്ലാവരും പറയട്ടോ. അതതിന്റെ രസം. ഈ കോത്താരി കമ്മീഷൻ പറഞ്ഞ കുറെ സജഷൻസ് ഇല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഇതേ സംഭവങ്ങൾ തന്നെയാണ് ഏത് എഡ്യൂക്കേഷൻ കമ്മീഷനായാലും, ചെറിയ ഡിഫറൻസസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇതൊന്ന് പഠിച്ചാൽ എല്ലാത്തിലും കൊണ്ട് എഴുതാം. വുമൻസ് എഡ്യൂക്കേഷൻ ഒരു പോയിന്റ് എല്ലാത്തിലും എഴുതും. Then position of equality in educational opportunities in Tamil Nadu. അപ്പം പിന്നെ ഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി തമിഴ്നാട്ടിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. ഇൻ തമിഴ്നാടു സ്പെഷ്യൽ എഫേർട്സ് ഹാവ് ബീൻ ടേക്കൻ ടു ഈക്വലൈസ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെ തമിഴ്നാട്ടിൽ എന്തുണ്ട്, ഈ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഈക്വൽ ആക്കാൻ വേണ്ടി ഒരുപാട് നടപടികൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത് എല്ലാ സംസ്ഥാനത്തും ഇതുപോലൊക്കെ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ഒന്ന് ഫോളോയിങ് മെഷേഴ്സ് ആണ്. ഒന്ന് യൂണിഫോം സ്റ്റാൻഡേർഡ്സ് ഇൻ എഡ്യൂക്കേഷൻ, അഥവാ യൂണിഫോം സ്റ്റാൻഡേർഡ് എല്ലായിടത്തും ഒരേ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് വൺ ആർട്സ് കോളേജ് ആൻഡ് ആൻ എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ എവറി ഡിസ്ട്രിക്ട് ഹാവ് ബീൻ ഓപ്പൺഡ്. എല്ലാ ജില്ലയിലും ഒരു ആർട്സ് കോളേജ് നിർബന്ധം വേണം, ഒരു എഞ്ചിനീയറിംഗ് കോളേജ് നിർബന്ധം വേണം. അത് അവരെന്ത് ചെയ്യാണ്, നടപ്പിലാക്കി എന്നുള്ളതാണ്. ദെൻ ഫ്രീ എഡ്യൂക്കേഷൻ ഈസ് പ്രൊവൈഡഡ്. നമുക്കറിയാം, അത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമായതുകൊണ്ട് 14 വയസ്സ് വരെ എന്തായാലും ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ട്. ദെൻ ബുക്സ് സപ്ലൈ ചെയ്തത് എങ്ങനെയാണ്, സബ്സിഡൈസ്ഡ് റേറ്റ്, കുറഞ്ഞ പൈസക്ക് സബ്സിഡിയോട് കൂടിയിട്ട് പുസ്തകങ്ങള്, അപ്പൊ ഇതിനൊക്കെ ഫ്രീ ആണ്. അത് അവർ ചെയ്തിട്ടുണ്ട്. അതാണ് യൂണിഫോം സ്റ്റാൻഡേർഡ് എന്നുള്ളതിൽ ഒന്നാമത്തെ പോയിന്റില്. 2, റിമൂവിങ് ദ എക്കണോമിക് ബാരിയേഴ്സ് ആണ്. പൈസന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കാന്നാണ് സർക്കാർ പറഞ്ഞത്. ഒന്ന്, എഡ്യൂക്കേഷൻ ഈസ് ഫ്രീ ഫോർ ഓൾ അപ് ടു ദ ക്ലാസ് 12th, അഥവാ ക്ലാസ് +2 വരെ എല്ലാവർക്കും ഫ്രീ എഡ്യൂക്കേഷൻ. സെപ്പറേറ്റ് ഹോസ്റ്റൽസ് അല്ലെ, ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഹോസ്റ്റൽസ്, ഫ്രീ ബസ് പാസ്, എല്ലാ വിദ്യാർത്ഥികൾക്കും ഫ്രീ യാത്ര. തമിഴ്നാട് എല്ലാ സ്ത്രീകൾക്കും ഫ്രീ യാത്രയാണ്, അതറിയില്ലേ? ഫ്രീ സൈക്കിൾസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെ. നമ്മള് ചില ആ ഒരു പോയിന്റ് അധികം ചർച്ചക്ക് ഇടൂല ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. സോ ഫ്രീ സൈക്കിൾസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. പെൺകുട്ടികൾക്ക് ആണ് അവിടെ കൂടുതൽ സൈക്കിൾ കൊടുക്കല്, പിന്നെ ഫ്രീ ആയിട്ട് സൈക്കിളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. 3, എൻകറേജ്മെന്റ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ. സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന.
സെപ്പറേറ്റ് ഹൈസ്കൂൾസ് ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾസ് ആൻഡ് ആർട്സ് കോളേജസ് ഫോർ ഗേൾസ്. നമ്മളെ കേരളത്തില് ആക്ച്വലി പിന്നെ ഗേൾസിനുള്ള സ്പെഷ്യൽ സ്കൂൾ അല്ലെങ്കിൽ ഗേൾസ് സ്കൂളുകൾ ഹയർ സെക്കൻഡറി വരെ ഉണ്ട്. കോളേജുകളുണ്ടോ? പ്രൊവിഡൻസ് വുമൻസ് കോളേജില് കോഴിക്കോട്. വിമൻസ് കോളേജ് ഉണ്ട് മലപ്പുറത്തുണ്ട്. ദെൻ 30% ഓഫ് സീറ്റ്സ് ആർ റിസർവ്ഡ്. 30% സീറ്റുകൾ പെൺകുട്ടികൾക്ക്. അതുപോലെ തന്നെ വിമൻ ആർ മോസ്റ്റ്ലി അപ്പോയിന്റഡ് ആസ് ടീച്ചേഴ്സ്. സ്ത്രീകളെ തന്നെ പരമാവധി ടീച്ചേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. അടുത്ത പോയിന്റ് ഭയങ്കര രസമാണ്, ഫാത്തിമക്കുള്ള പോയിന്റ് ആണ്. ഗിഫ്റ്റ് ഓഫ് RS to 25,000 and for the poor girls who have passed a degree diploma a gift of 5,000 is given for their marriage. പാവപ്പെട്ട പെൺകുട്ടികൾക്ക് 50,000. ഞാൻ എത്ര പറഞ്ഞേ? 5,000 അതായത് തുടക്കത്തിൽ പോയി വേണല്ലോ. ഒരു എക്സൈറ്റ്മെന്റ് വരണ്ടേ? 50,000 എന്ന് പറയുമ്പോൾ എക്സൈറ്റ്മെന്റ് അല്ലെ? എങ്ങനെയൊക്കെ ഒരു കല്യാണം കഴിക്കാമായിരുന്നു. ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഫസ്റ്റ് മാരേജിനെ കിട്ടണുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അല്ലേ? അല്ലെങ്കിൽ അവരെ തന്നെ ഒന്നും കൂടെ കല്യാണം കഴിച്ചാ പോരെ? ഒന്നല്ല, അപ്പൊ എത്ര? 1 ലക്ഷം അല്ലേ? കല്യാണം നേരത്തെ കിട്ടിയിട്ടില്ലല്ലോ, അപ്പൊ ഒന്നും കൂടെ ഓക്കെ. റിസർവേഷൻ എഡ്യൂക്കേഷൻ ഫോർ സോഷ്യലി മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി, നേരത്തെ ഒരുപാട് വർഷം പറഞ്ഞതാ. ദെൻ എക്സ്പാൻഡിങ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഹാൻഡിക്യാപ്ഡ്, ഇതൊക്കെ പറഞ്ഞതാ. സപ്ലൈ ഓഫ് ഫ്രീ ടെക്സ്റ്റ് ബുക്ക് ഫോർ ഓൾ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഫ്രീ ആയിട്ട് ബുക്ക് അല്ലേ? ഇനി ഇക്വാലിറ്റി. അപ്പൊ നമ്മളെന്താ ലാസ്റ്റ് എന്താ പറഞ്ഞേ? പൊസിഷൻ ഓഫ് ഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി ഇൻ തമിഴ്നാടു. തമിഴ്നാട്ടില് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഈക്വൽ ആക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള ഒരു 6 പോയിന്റുകളാണ് പറഞ്ഞത്. ഓക്കെ. ദെൻ ഇനീക്വാലിറ്റി ആൻഡ് ദ കോസസ് ഫോർ ഇറ്റ്, അഥവാ ഇനീക്വാലിറ്റിക്കുള്ള കാരണങ്ങള്. ഒന്ന് നാച്ചുറൽ ഇനീക്വാലിറ്റി ആണ്. നമുക്കറിയാം. ഈ ഒരു പോയിന്റ് സാർ ശ്രദ്ധിച്ചോ? എന്താ? കല്യാണം കഴിക്കുമ്പോ 50,000 ഡിഗ്രി പാസ് ചെയ്ത ആൾക്ക് കൊടുക്കുന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ മാക്സിമം വീട്ടുകാർ സമ്മതിക്കും ഡിഗ്രി പഠിക്കാൻ വേണ്ടിട്ട്. കാരണം 50,000 കല്യാണം കഴിക്കുമ്പോ കിട്ടുമല്ലോ. സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് കേട്ടോ, വീട്ടുകാരെ കൂടെ ഒന്ന് എത്തിക്കാൻ വേണ്ടിട്ട്. അല്ല, അവിടെ PG കുറച്ച് കൂടുതലുണ്ടെന്നാവല്ലേ? അതുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. ഓക്കെ, റൈറ്റ്. സോ ഇനി ഇവിടെ അല്ലേ നാച്ചുറൽ ഇനീക്വാലിറ്റി ഉണ്ട് അല്ലെ? നമുക്കറിയാം, പിന്നെ ജനിക്കുമ്പോഴേ നമ്മളൊക്കെ എല്ലാവരും ഈക്വലി ജനിച്ചിട്ടില്ല. ഇപ്പൊ ജെൻഡർ ആണെങ്കിൽ ഇനീക്വാലിറ്റി അവിടെ ഉണ്ട്, കളറിലുണ്ട്, റീജിയനിലുണ്ട്, റിലീജിയനിലുണ്ട്. അങ്ങനെ ഒരുപാട് ഇനീക്വാലിറ്റിയോട് കൂടി ജനിച്ച ആളുകളാണ് നമ്മളൊക്കെ. സോ ഓൾ മെൻ ആർ നെയ്തർ ഈക്വൽ ഇൻ റെസ്പെക്ട് ഓഫ് ദെയർ ഫിസിക്കൽ ഫീച്ചേഴ്സ് നോർ ഇൻ റെസ്പെക്ട് ഓഫ് ദെയർ മെന്റൽ എബിലിറ്റീസ്. അല്ലെ? മാനസികമായി നമ്മളെല്ലാവരും ഒരുപോലെ അല്ല, ഫിസിക്കൽ ഫീച്ചേഴ്സിൽ ഒരുപോലെ അല്ല, എവിടെ ഒരുപോലെ അല്ല. പിന്നെ എന്തിനാണ് ഈക്വാലിറ്റി? ഹലോ, കേൾക്കുന്നുണ്ട്, ആലോചിക്കട്ടെ. ആരും ഈക്വലി ജനിച്ചിട്ടില്ല എന്ന്, പിന്നെ എന്തിനാ ഈക്വാലിറ്റി വേണമെന്ന് എത്ര വാദിക്കണത്? അല്ല, ജീവിതം മുന്നോട്ട് പോകുമ്പോഴേ ഓപ്പർച്യൂണിറ്റീസ് ഒരുപോലെ കിട്ടിയില്ലെങ്കിൽ നമ്മളിപ്പോ പിന്നെ ഒരേപോലെയല്ല ജനിച്ചത്. പല സ്ഥലങ്ങളിൽ ജനിച്ചാലും ഇവരെ ഒരുമിച്ച് വളരണ്ടേ? ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഈക്വൽ അല്ലേ? അതിലെ നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒന്നാണെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞു. അതൊക്കെ വെറുതെ പറയുന്നത്. നമ്മളത്ര ക്വാളിഫിക്കേഷൻ കൂടി ഇല്ലെങ്കിൽ ജെൻസിനാണ് കൂടുതൽ പ്രിഫറൻസ് എല്ലാ സ്ഥലത്തും. അത് ഞങ്ങൾക്ക് പറഞ്ഞാല് കുട്ടികളെ വീട്ടിക്ക് എത്ര പറഞ്ഞ ഓടൂല, ഞങ്ങൾ പ്രഗ്നന്റ് ആവൂല, ഞങ്ങൾ അങ്ങനെ വീക്കെന്ന് പറയില്ല, അങ്ങനെ കുറെ ജോലി ചെയ്യുന്ന സമയത്ത് ആ പ്രിഫറൻസ് തരല്ലോ. പ്രഗ്നന്റ് ആയാൽ പോകുന്നത് പിന്നെ നമ്മൾ ലീവ് എടുത്തു പോകുന്നില്ലേ, അത് വേറെയല്ലേ. നമ്മള് രോഹിത് വിമലമാരെ മറക്കരുത്, ഒരു ജെൻഡർ പുരുഷനായിരുന്നു. ആയിക്കോട്ടെ. സോ നാച്ചുറൽ ഇനീക്വാലിറ്റി രണ്ടാമത് പറഞ്ഞത് സം ആർ സ്ട്രോങ്ങർ ആൻഡ് സം ആർ വീക്കർ അല്ലെ? കുറെ ആളുകൾ ഭയങ്കര സ്ട്രോങ് ആയി ജനിക്കുന്നു, കുറെ ആളുകൾ ഭയങ്കര വീക്ക് ആയി ജനിക്കുന്നു എന്നുള്ള. പിന്നെ സം ആർ മോർ ഇന്റലിജന്റ്. അത് ഇന്റെ മാത്രം ഉദ്ദേശിച്ചുള്ള പോയിന്റ് കേട്ടോ സംഭവം. കാരണം ചില ആളുകൾ ഭയങ്കര ഇന്റലിജന്റ് ആയി ജനിക്കുന്നു എന്ന് പറയുന്നത്. ചില ആളുകൾ എന്തെങ്കിലും അത്ര ഇന്റലിജൻസ് ഇല്ലാതെ IQ വളരെ കുറഞ്ഞ്, ഇപ്പൊ ഉദാഹരണം പറയണില്ല, ഇപ്പൊ ഈ ഒരു പോയിന്റ് മാത്രം ഉദാഹരണം അല്ലാതെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. IQ ഒക്കെ വളരെ കുറഞ്ഞ് ജനിക്കുന്ന ആളുകളും നമ്മളെ ക്ലാസ്സിൽ നമ്മുടെ നാട്ടിൽ ഉണ്ട്.
അപ്പോ നാച്ചുറൽ ഇനീക്വാലിറ്റീസ് ഉണ്ട് എന്നാണ്. അപ്പൊ ഈ നാച്ചുറൽ ഇനീക്വാലിറ്റി നമുക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം മറ്റുള്ള കാര്യങ്ങളെ വെച്ച് നമ്മൾ അതിന് അല്ല, ഒരാൾ ഹാൻഡിക്യാപ്ഡ് ആയി, അല്ലെങ്കിൽ വീക്കർ സെക്ഷനിൽ ജനിച്ചു, അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിലായി പോയി ജനനം, അങ്ങനെയൊക്കെ നാച്ചുറലി ഒരാള് എന്താ പറയാ ഇനീക്വാലിറ്റി വന്നു പോയാല് അവർക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് നമ്മുടെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കണം. അല്ല, ഈ വ്യക്തി എങ്ങനെ തരണം ചെയ്യും? കാരണം നമുക്കാകെ നമ്മൾ ദൈവം തന്നെ നമ്മൾ അവിടെ കൊണ്ടിട്ട് ജനിപ്പിച്ചേ. അല്ല, ഇങ്ങനെ ചിന്തിച്ചാൽ മതിയല്ലേ, ആരെ ഇതൊക്കെ കണ്ടെടുത്ത് ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, ഓരങ്ങനെയാണെങ്കിൽ അങ്ങനെ, ആ ഒരു ഒറ്റ ലൈന് മതിയല്ലോ. ശ്രദ്ധിച്ചാലേ ഈക്വൽ ട്രീറ്റ്മെന്റ് കൊടുത്താല് ഈക്വൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനും എന്തായാലും അവരായിപ്പോയില്ലേ. ഇപ്പൊ ഹാൻഡിക്യാപ്ഡ് ഒരാള് ചിന്തിക്കാണ് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി. അതവര് തന്നെ സെറ്റാക്കണം, മൈൻഡ് സെറ്റാക്കാൻ ഇപ്പൊ നമുക്ക് പറ്റില്ലല്ലോ. അക്സെപ്റ്റ് ചെയ്യണം അല്ലേ? പക്ഷെ അക്സെപ്റ്റ് ഇപ്പൊ കുറെ ആൾക്കാര് നമ്മളെക്കാളൊക്കെ ഭയങ്കര ക്വാളിഫൈഡ് ഒക്കെ ആയിട്ട് പോകുന്നില്ലേ? ഉണ്ട്, അതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഒരു അങ്ങനെ ആയിപ്പോയില്ലേ. സോ എനിവേ, ഇതെന്താ സ്ലൈഡ് മാറിയോ? യെസ്, രണ്ട് മാൻമെയ്ഡ് ഇനീക്വാലിറ്റി. അപ്പൊ നാച്ചുറൽ ഇനീക്വാലിറ്റി, രണ്ട് മാൻമെയ്ഡ് ഇനീക്വാലിറ്റി ആണ്. അഥവാ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, കളർ, ക്രീഡ്, റിലീജിയൻ, അത് ഞാൻ എക്സെട്രാ പറയട്ടോ. ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ഡാഷ്, ഇങ്ങനെ കുറെ ഡിസ്ക്രിമിനേഷൻസ് നമ്മൾ ഉണ്ടാക്കിയതാണ് അല്ലെ. കറുത്തവര് വെളുത്തവര് നമ്മൾ ഉണ്ടാക്കിയ ഡിസ്ക്രിമിനേഷനാ, അല്ലെങ്കിൽ റിലീജിയൻ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഡിസ്ക്രിമിനേഷനാ. അപ്പം പിന്നെ അത് മാൻമെയ്ഡ് ആണ്. ഓക്കെ, ചിലത് നാച്ചുറൽ ആണ്, ചിലത് മാൻമെയ്ഡ് ആണ്. അതവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി സോഷ്യൽ ഇനീക്വാലിറ്റി എന്നുള്ള ഒരു ടേമിലേക്കാണ് പോകുന്നത്. സോ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി നമുക്കറിയാം. അപ്പൊ ഈ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ് ആ പോയിന്റുകളൊക്കെ തന്നെയാണ് ഇതിൽ വരിക അല്ലെ. ഡിസ്പാരിറ്റി ഫൗണ്ട് അമംഗ് ദ പീപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, ലാംഗ്വേജ്, ജെൻഡർ. നമ്മൾ നേരത്തെ ഇങ്ങനെ എക്സെട്രാ പറയില്ലേ, ആ എക്സെട്രയിൽ എന്ത് ചെയ്യാണ് ഡിസ്പാരിറ്റീസ് വരിക എന്നുള്ളതാണ് സോഷ്യൽ ഇനീക്വാലിറ്റി. അപ്പൊ ഈ ഒരു എന്താണ് റിലീജിയൻ, ലാംഗ്വേജ്, റേസ്, ജെൻഡർ, പൊളിറ്റിക്കൽ പവർ, എക്കണോമിക്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു 5-6 പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു 4-5 എഴുതിയിട്ട് എക്സെപ്റ്ററിനെ ഒന്ന് റിലീജിയൻ എഴുതിയിട്ട് ബാക്കി എക്സെപ്റ്റ് ആയിടാൻ നിൽക്കരുത് കേട്ടോ. അപ്പൊ അതൊരു 4-5 എഴുതിയിട്ട് പിന്നെ എക്സെപ്റ്റ് ആയിട്ടുള്ളൂ, മുഴുവനായിട്ട് എഴുതാൻ പോകണമെന്നില്ല. സോ എന്താണ് ഈ ഒരു സോഷ്യൽ ഇനീക്വാലിറ്റിക്കുള്ള കോസ്, കാരണം എന്ത്? ഒന്ന് ആസ്ക്രൈബ്ഡ് സോഷ്യൽ സ്റ്റേറ്റസ് അല്ലെ. ചില ആളുകള് ഇപ്പോ ജാതിന്റെ പേരിലൊക്കെ ആണെങ്കിൽ നായർ സമൂഹത്തിലുള്ള ആളുകളൊക്കെ സമൂഹത്തിന്റെ ഏത് നിലയിൽ നിൽക്കും? ഹൈ കാസ്റ്റ് ആവും അല്ലെ. ചിലർ ഹൈ ക്ലാസ് ആണ്, ലോ ക്ലാസ് ആണെന്നൊക്കെ അങ്ങോട്ട് പണ്ടന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ആസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടാണ്. ചില ആളുകൾ അച്ചീവ്ഡ് സ്റ്റേറ്റസ് ആണ്, അഥവാ അച്ചീവ്ഡ് ത്രൂ വൺസ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. ഏത് ബാക്ക്വേർഡ് ഇതിൽ ജനിച്ചാലും അവരെന്ത് ചെയ്യുന്ന അറിയോ, അച്ചീവ് ചെയ്യും. അവരുടെ ആ ഒരു സ്ട്രെങ്ത് ഹാർഡ് വർക്ക് കൊണ്ട് അവരെന്ത് ചെയ്യും, അച്ചീവ് ചെയ്തിട്ട് എടുക്കും. അപ്പൊ ചില ആസ്ക്രൈബ്ഡ് സോഷ്യൽ സ്റ്റേറ്റസും ഉണ്ട്, അച്ചീവ്ഡ് സ്റ്റേറ്റസും ഉണ്ട്. അപ്പം നമുക്ക് അവിടെ ഇനീക്വാലിറ്റി പറയുമ്പോൾ ഒന്ന് നമുക്ക് വേണമെങ്കിൽ അത് നാച്ചുറൽ ആയിട്ട് ഞാൻ അവിടെ വന്നു ഇനീക്വാലിറ്റി ഫീൽ ചെയ്യുന്നു പറയാം. പക്ഷെ നമുക്ക് അതിന് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു അച്ചീവ്മെന്റ്സ് കൊണ്ട് നേടിയെടുക്കുകയും ചെയ്യാം. പിന്നെ സം ഫാക്ടേഴ്സ് ഫോർ സോഷ്യൽ ഇനീക്വാലിറ്റി ആട്ടോ. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, കാസ്റ്റ്, റിലീജിയൻ, നേരത്തെ പറഞ്ഞ ഓക്യുപ്പേഷൻ, റൂറൽ, അർബൻ റൂറൽ ഡിവൈഡ്, പീപ്പിൾസ് ആറ്റിറ്റ്യൂഡ്, മാനുവൽ ലേബർ ആൻഡ് വൈറ്റ് കോളർ ജോബ്, ഡ്വെല്ലിംഗ്, അവർ ജീവിക്കുന്ന ഒരു പ്ലേസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നേരത്തെ പറഞ്ഞ അതിനുള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി അതർ ഫാക്ടേഴ്സ് ഓഫ് പെർപച്വേറ്റിംഗ് സോഷ്യൽ ഇനീക്വാലിറ്റി പറയുന്നുണ്ട്. അഥവാ സോഷ്യൽ ഇനീക്വാലിറ്റി ഉണ്ടാക്കുന്ന മറ്റു കാരണങ്ങൾ. അപ്പൊ നിങ്ങൾ ഇതിൽ ഏകദേശം 10 കാരണങ്ങൾ പറയുന്നുണ്ട്. അതൊരു നേരത്തെ പറഞ്ഞതിന്റെ റിപ്പീറ്റ് ചെയ്യും കേട്ടോ. ഒന്ന് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ്, അഥവാ പല റേസസ് എന്നുള്ള ആളുകൾ, പല ജാതികളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ആ ഡിഫറൻസസ് എന്ത് ചെയ്യാണ് ഇനീക്വാലിറ്റി ആയി, ഡിസ്ക്രിമിനേഷൻ ആയി വരിക എന്നുള്ളതാണ്. ഇവിടെ ആന്ത്രോപോളജിസ്റ്റ് ഹാവ് ക്ലാസിഫൈഡ് ഹ്യൂമൻ ബീങ്സ് ഇൻ ടു 5 മേജർ ഗ്രൂപ്പ്. മൊത്തം മനുഷ്യന്മാർ 5 വിഭാഗം ഉണ്ട് എന്നാണ് ആന്ത്രോപോളജിസ്റ്റ്, അഥവാ നമ്മുടെ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, മനുഷ്യന്റെ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സോഷ്യോളജിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്നത്. അതിലൊന്നാണ് കോസേഷ്യൻ, വൈറ്റ് സ്കിന്നഡ് അഥവാ വൈറ്റ് പീപ്പിൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വെസ്റ്റ് ഏഷ്യൻ, ഓസ്ട്രേലിയൻസ് ഒക്കെ പറയുന്നത് വൈറ്റ് പീപ്പിൾ. മംഗോളിയ, യെല്ലോ സ്കിൻഡ് ഏഷ്യൻ വിത്ത് നാരോ ഐ, ഷോർട്ട് നോസ്, അത് ആരായിരിക്കണം?
ചൈനക്കാരും മ്യാൻമറൊക്കെ വരും. ആ ചൈന മ്യാൻമർ ഓലെ ഇങ്ങനെ കണ്ണ് തുറന്നുകണോന്ന് ഇതിന്റെ സംശയം അല്ലെ പോലെ. ഒരു ചിരിക്കൊക്കെ ചെയ്താൽ പിന്നെ കണ്ണ് കാണാനില്ല. പിന്നെ കണ്ണനാണല്ല. ഈ ചൈനക്കാരെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു തമാശ പറഞ്ഞിട്ടില്ലേ, ചൈനയിൽ എന്തുകൊണ്ട് ജനസംഖ്യ കൂടുതൽ? എന്തുകൊണ്ടാ? സാറേ വേണ്ട 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 സാറേ വേണ്ട. അതല്ലടാ, ഇന്ത്യയിലല്ലേ ഇപ്പൊ ഇന്ത്യയിലാണ്. എണ്ണിയവരെ തന്നെ വീണ്ടും എണ്ണിന്നല്ലേ? ഇന്ത്യയിൽ തന്നെ വീണ്ടും എണ്ണീറ്റാണെന്നാണ് പറഞ്ഞത്. ഏതായാലും ഇപ്പൊ മാറ്റി എണ്ണിയാണ്. ഇത് നീഗ്രോ എന്ന് എല്ലാവർക്കും അപ്പോഴും കേട്ട ഒരു വാക്കാണല്ലേ. കേട്ടില്ല, എന്താ പറഞ്ഞത്? അതോ ചൈനയിലെ ആളുകളെ എണ്ണിയപ്പോഴേ ഒക്കെ ഒരേപോലെ അല്ലേ, അപ്പൊ എണ്ണിയ ആളുകളെ തന്നെ വീണ്ടും വീണ്ടും എണ്ണിയും. അത് ശരിയാണ്. റെഡ് ഇന്ത്യൻ റെഡ് ഇന്ത്യൻസ്, നോർത്ത് സൗത്ത് അമേരിക്ക, എന്താ അബോറിജിൻസോ എന്താണ് വാക്ക് വയ്ക്കുക. പിന്നെ എക്സ്ക്യൂമോസ്, നാറ്റീവ്സ് ഓഫ് ആർട്ടിക് റീജിയൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു 6-5 ഇത് അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടേക്ക് കൊടുത്ത ഇതൊന്നും അല്ല കേട്ടോ. 5 മേജർ ഗ്രൂപ്പ്സ് ഒന്നും അല്ല കേട്ടോ. നമ്മളെവിടെയും പറ്റില്ലല്ലോ. നമ്മളിതില് ഇതില് വരുന്നുണ്ടാവാം അല്ലെ, നമുക്ക് നോക്കാം നമ്മൾ ഇന്ത്യക്കാരുടെ സ്ഥാനം എവിടെയെന്നുള്ളത്. ഞാൻ റെഡ് ഇന്ത്യനെല്ലാം വരുന്നു ചോദിച്ചാൽ ആദ്യം ബ്ലാക്ക് ആഫ്രിക്ക. നമ്മള് ശരിക്ക് ഇതല്ലേ യെല്ലോ സ്കിൻഡ് അല്ലേ നമ്മള്? ദ്രാവിഡ വിഭാഗക്കാരല്ലേ നമ്മള്? കറുത്ത വർഗക്കാരാണ് ശരിക്ക്. നമ്മളെ മദ്രാസിന്ന് വിളിക്കും നോർത്ത് ഇന്ത്യൻസ്, ഓരോ നമ്മള് ബംഗാളി വിളിക്കില്ലേ അതേപോലെ. അപ്പൊ ഒന്ന് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, 2 കാസ്റ്റ്. ഈ പോയിന്റുകളായിട്ട് ഇമ്പോർട്ടന്റ്, ഇതാണ് പഠിക്കേണ്ടത്. സോ ഡിഫറെന്റ് കാസ്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയാം. ജാതി വ്യവസ്ഥ, അത് നമ്മുടെ ഒക്യുപ്പേഷനെ ബേസ് ചെയ്തിട്ടാണ്, ജോലിയെ ബേസ് ചെയ്തിട്ടാണ് ജാതീയത ഉണ്ടായിരുന്നത് എന്ന് കേട്ടിട്ടില്ലേ? ഓരോ ജാതിക്കാർക്കും ഓരോ ജോലികൾ ആട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതെ. പിന്നെ 3 റിലീജിയൻ, അതൊന്നും കൂടുതൽ പറയണില്ല കേട്ടോ. 4 ജെൻഡർ ഡിഫറൻസ്. ജെൻഡർ നമുക്ക് അറിയാലോ അല്ലേ, കാരണം പണ്ട് 2 ജെൻഡർ ആണെങ്കിൽ ഇപ്പൊ ഒരുപാട് ജെൻഡർ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യും? അമേരിക്കയിലൊക്കെ മാറ്റി. എന്താ മാറ്റിയത്? ട്രംപിന്റെ ഇന്നത്തെ ന്യൂസ് വായിക്കില്ല. റഷ്യയിലും മാറ്റി. എന്താ മാറ്റിയത്? 2 ജെൻഡർ പേരൊക്കെ പറഞ്ഞ് ആകെ 2 ജെൻഡർ ഉള്ളൂ, അത് മെയിലും ഫീമെയിലോ പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? അധികാരത്തിൽ വന്നതേ ഇത് പറയാൻ വേണ്ടിട്ട്. ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. 7 എക്കണോമിക് സ്റ്റേറ്റസ് അല്ലെ, നമുക്കറിയാം. ഹൈ ഇൻകം ഉള്ള ആളുകൾ, മിഡിൽ ഇൻകം ഉള്ള ആളുകൾ, ലോ ഇൻകം ഉള്ള ആളുകൾ. BPL അല്ലേ ഇവിടെ? എന്താ BPLന്റെ ഫുൾ ഫോം? ബിലോ പോവർട്ടി ലൈൻ. ബിലോ പോവർട്ടി ലൈൻ. പിന്നെ ഒക്യുപ്പേഷൻ, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഡിസ്ക്രിമിനേഷൻസ്. കാരണം ചില ജോലിയുള്ള ആളുകൾ ഭയങ്കരമായ ഹൈ പൊസിഷനിൽ വരുന്നു, ചില ജോലികൾ ലോ പൊസിഷനിലേക്ക് പോകുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അത് ഞാൻ വേറെ എക്സ്പ്ലെയിൻ ചെയ്യണില്ല കേട്ടോ. അങ്ങനെ വെച്ചാൽ ഇതൊക്കെ നമുക്ക് എഴുതാൻ അറിയുന്നത്. അർബൻ റൂറൽ ഡിവൈഡ് അല്ലെ, അർബൻ ആയ ആളുകൾക്ക് കൂടുതൽ ഫെസിലിറ്റീസും കിട്ടുന്നു, റൂറൽ ഏരിയയിൽ ഡെവലപ്മെന്റ് ഇല്ല എന്നുള്ളത്. ദെൻ പീപ്പിൾസ് ആറ്റിറ്റ്യൂഡ് പല കാറ്റഗറിയിലുണ്ട്. ഇവിടെ ഒന്ന് പറയുന്നത് those who are well versed in English, who are in government service and who are employed abroad are more respected അല്ലെ. ഇംഗ്ലീഷ് അറിയുന്ന ആളുകള്, അതുപോലെ തന്നെ ഗവൺമെന്റ് സർവീസിലുള്ള ആളുകള്, പിന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകള്, ഓരൊക്കെ എന്തൊക്കെ ആണ് എന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിലില്ലേ? വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അതുണ്ടോ? പണ്ടുണ്ടായിരുന്നു. ഉമ്മാനൊക്കെ കല്യാണം കഴിക്കുന്ന ടൈമില് ദുബായ് അല്ലേ, നമ്മുടെ യൂറോപ്പ്, അമേരിക്ക അതൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. അവരോട് മൊത്തം പൊതുവെ പുറത്തു പോയാല് ഓനെന്തോ പക്ഷെ ഗൾഫ് എന്നൊക്കെ പറയുന്നത് അത്ര ഇല്ലല്ലോ, പണ്ടൊക്കെ ആണെന്നുണ്ട്. പണ്ടത്തെ അനുസരിച്ചില്ല അല്ലെ. ഇപ്പൊ യൂറോപ്പ്, അമേരിക്ക, ലണ്ടൻ ഇതൊക്കെയാണ്. ഇപ്പൊ അതും ഇല്ല. യൂറോപ്പിലൊന്നും എല്ലാരും തിരിച്ചു വരാ, അതും ഇല്ലല്ലോ നാട്ടില്. അതും കുറഞ്ഞു വരുന്നുണ്ട്. അല്ലേ. മാനുവൽ ലേബർ ആൻഡ് വൈറ്റ് കോളർ ജോബ് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പെക്ട് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ദെൻ ഡ്വെല്ലിംഗ്, പീപ്പിൾ ലിവിങ് ഇൻ സ്ലംസ്, ദോസ് ലിവിങ് ഇൻ ഹട്ട്സ്, അഥവാ നമ്മൾ ജീവിക്കുന്ന ആ ഒരു സ്ഥലത്തെ ബേസ് ചെയ്തിട്ട്. ഇപ്പൊ സ്ലം ഏരിയയിലാണെങ്കിൽ അവർക്ക് വാല്യൂ ഇല്ല, എന്നാൽ കുറച്ച് അർബൻ, കുറച്ച് ഡെവലപ്ഡ് ആയ സ്ഥലത്ത് നിന്നാണെങ്കിൽ അവർക്ക് ഒരു വാല്യൂ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ.
ദെൻ മീനിങ് ഓഫ് ഇനീക്വാലിറ്റി ഇൻ അപ്പൊ ഇതില് 10 കാര്യങ്ങൾ കേട്ടോ. അതർ ഫാക്ടേഴ്സ് പെർപെച്വേറ്റിംഗ് സോഷ്യൽ ഇനീക്വാലിറ്റി, സാമൂഹിക ഇനീക്വാലിറ്റി വരാനുള്ള ഫാക്ടേഴ്സ് 10 പറയുന്നുണ്ട്. ആൻഡ് മീനിങ് ഓഫ് ഇനീക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ, ഓൾ ചിൽഡ്രൻ ഇൻ സൊസൈറ്റി ഡു നോട്ട് ഗെറ്റ് സെയിം എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി. ഇതൊക്കെ നമ്മൾ ഇനി നേരത്തെ പറഞ്ഞ അതിന്റെ റിപ്പീറ്റേഷൻ ആണ് കേട്ടോ. എഡ്യൂക്കേഷണൽ ഇനീക്വാലിറ്റി ഉണ്ടാവാനുള്ള കാരണം അവർക്ക് എന്തില്ല, സെയിം എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി ഇല്ല. ദോസ് ബിലോങ്ങിങ് ടു ലോവർ സോഷ്യൽ സ്ട്രാറ്റ, സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾ എന്ത് ചെയ്യണം, അവർക്ക് കുറച്ചധികം ഷുഡ് ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ്, കുറച്ചധികം ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം. ലോവർ സോഷ്യൽ സ്ട്രാറ്റ എന്ന് പറയുന്നത് ആരാണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിലോ അങ്ങനെയുള്ള BP നമ്മളെ മുസ്ലിംസ് അങ്ങനെയുള്ള കുറെ റീജിയൻസ്, കുറെ എന്താ പറയാ, കുറെ റീജിയൻസ്, ചില റീജിയനിലുള്ള ആളുകൾ, ചില പിന്നെ കാസ്റ്റുകാര്, അങ്ങനെയൊക്കെ തന്നെ. സോ പീപ്പിൾ ലൈക്ക് അത് താഴെ കൊടുത്തോളൂ അല്ലേ, എന്തിനാ വെറുതെ ഇടങ്ങാറാവണേ. ലോ കാസ്റ്റ്, ലോ ഇൻകം ഗ്രൂപ്പ്, പർട്ടിക്കുലർ റിലീജിയസ് സെക്ട്, ബാക്ക്വേർഡ് റീജിയൻസ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ലോവർ സോഷ്യൽ സ്ട്രാറ്റയിൽ ഉള്ള ആളുകള്. അപ്പൊ അവർക്ക് ഇനീക്വാലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അതിനുള്ള കാരണങ്ങൾ 2 പറയുന്നുണ്ട്. കോസസ് ഫോർ ഇനീക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൽ ഇനീക്വാലിറ്റി ഉണ്ടാവാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, സമൂഹം എന്ത് ചെയ്യുന്നു, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു. 2 മാർജിനലൈസേഷൻ ഓഫ് സം സോഷ്യൽ ഗ്രൂപ്പ്, ചില സോഷ്യൽ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നു, സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അപ്പൊ അതിലെ 1ാമത്തെ പോയിന്റ് ഡിസ്ക്രിമിനേറ്റിംഗ് സോഷ്യൽ ഗ്രൂപ്പ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്, സമൂഹത്തിലുള്ള ആളുകളെ റിലീജിയന്റെ ബേസിൽ, കാസ്റ്റിന്റെ ബേസിൽ, ക്ലാസിന്റെ ബേസിൽ, റേസിന്റെ ബേസിലൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, നമ്മൾ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു. ദെൻ ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ് ആയി തന്നെ ഇവർ ഫങ്ഷൻ ചെയ്യാണ്. കാരണം അവരെന്ത് ചെയ്യാണ്, പൊതുസമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ കാണുന്നു. ഒരേ പോയിന്റ് 2 പ്രാവശ്യം വന്നു അല്ലേ. സം സെക്ഷൻസ് ഇൻ ദ സൊസൈറ്റി എൻജോയിങ് മോർ പ്രിഫറൻസ് ആൻഡ് ഇമ്പോർട്ടൻസ്, ചില സമൂഹത്തിലെ ആളുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്, കൂടുതൽ റെസ്പെക്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിൽ എപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കണേ. ഇപ്പോ ജാതിന്റെ പേരിലോ അല്ലെങ്കിൽ മതത്തിന്റെ പേരിലോ ഒന്നുമില്ലെങ്കിലും എക്കണോമിക് പൈസന്റെ പേരിലെങ്കിലും എന്തുണ്ട്, ഇഷ്ടം പോലെ പ്രിഫറൻസസ് ലഭിക്കുന്നുണ്ട്. ആണെങ്കിലും ലോങ് നോസ്ഡ് മാൻ എന്നുള്ള ഒരു സ്റ്റോറി വായിച്ചോണോ? വിശ്വവിഖ്യാതമായ മൂക്കോ? ബഷീറിന്റെ. ആ, അതിലെന്താ സംഭവിച്ചേ? അതൊരാളുടെ മൂക്കിങ്ങനെ നീണ്ടു വരുന്ന ഒരു സംഭവമല്ലേ? അതെ അതെ അതെ. എന്തുണ്ടാ ചോദിച്ചു, അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരുന്നു, പക്ഷെ മൂക്ക് നീളാൻ തുടങ്ങി. അങ്ങനെ മൂക്ക് നീളാൻ തുടങ്ങി, അദ്ദേഹം ഭയങ്കരമായി അറിയപ്പെടുന്നു. പിന്നീട് നമുക്ക് അത് ചുരുക്കി പറയുകയാണെങ്കിൽ ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ എങ്ങോട്ടാ പോയത്? അദ്ദേഹമാണ് പിന്നീട് ആ നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണേ. മഴ പെയ്യുമോ എന്ന് വരെ അദ്ദേഹത്തോട് ഒന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായെന്ന് പറഞ്ഞേ. അഥവാ ഫ്യൂച്ചർ പ്രൊഡിക്ട് ചെയ്യുക, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, 2 പേര് തമ്മിൽ തർക്കം ഉണ്ടായാലേ ആൾ വന്ന് പരിഹരിക്കുക. അങ്ങനെ അത് അന്നത്തെ കാലത്ത് ആളുകൾ അത്ര മണ്ടന്മാരാണല്ലോ എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ? നമ്മളൊക്കെ സെലിബ്രിറ്റീസ് ആയി കാണുന്ന ആളുകളുടെ ഒരു സ്റ്റാൻഡേർഡ് എന്താ? അതിന് കുറച്ചു പേരല്ലേ സെലിബ്രിറ്റി ആക്കുന്നുള്ളൂ, എല്ലാവരും ആക്കുന്നില്ല. ബുദ്ധി എന്നെ പോലത്തെ ആൾക്കാർ സെലിബ്രിറ്റി ആക്കാൻ മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ളൂ. ഞാൻ കണ്ടർ പിടിച്ച് ഫോളോ ചെയ്യില്ലല്ലോ. ഞാനിപ്പോ ഇന്നലെ ഞാനൊരു റീല് കണ്ടു. ഒരു ഭയങ്കര ക്രൗഡഡ് ആയ ഒരു ഫുട്ബോൾ മാച്ചിന്റെ ഗസ്റ്റ് ആയി വരുന്നത് അലൻ ജോസ് പെരേരയാണ്. അതിന് നമ്മളൊരു എവിടെ പോയി? എന്താ പറയാ, അവസ്ഥയായി പോയി, അല്ലാണ്ടൊന്നും പറയാനില്ലല്ലോ ഒന്നും. അല്ല, അതിനൊക്കെ ശരിക്കും എന്താ നമ്മൾ പറയാ? അല്ലെങ്കിൽ തൊപ്പി ഒരു പിന്നെ സെലിബ്രിറ്റി ആയി വരുന്നു. പക്ഷെ നമ്മള് ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം ഒരു ഓഫീസർ പറഞ്ഞില്ലേ, എന്താ മറ്റേ ഈ പ്രതിനെ കുറിച്ചിട്ട്, പ്രതി തന്നെ പറയണം എന്താ റാങ്ക് ഹോൾഡർ എന്നൊക്കെ. അങ്ങനത്തെ പോലീസ് സിസ്റ്റം നമുക്കുള്ളത്. പ്രതി എന്ന് പറഞ്ഞിടത്തില്ലേ റാങ്ക് ഹോൾഡർ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഗ്രീഷ്മനെ കുറിച്ച് സോഷ്യൽ മീഡിയസ് ടോക്സിക് ആണെന്ന് പറയുന്നത് അതന്നെയാണ് സംഭവം. എന്നാൽ ക്വാളിറ്റി ഉള്ള ക്വാളിഫൈഡ് ആയ ആളുകൾ എവിടെ അറിയപ്പെടാതെ പോവും അല്ലെ? ഈ സമാധികാരൻ ഒരു കലക്ടർ വൈറലായിണ്ടേന്. ആകെ ക്വാളിറ്റി ഉള്ള മനുഷ്യനെ കണ്ട അതാ കണ്ണൂരുകാരൻ. പറയും അല്ല, ഓളൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടാവും മിക്കവാറും. ഞാൻ കമന്റ് ബോക്സ് കണ്ടു, പ്രൈവറ്റ് അക്കൗണ്ട് ആണ്.
അതുകൊണ്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഒന്നൊരു കൈ നോക്കായിരുന്നു. പിന്നെന്താ 2 പ്രാവശ്യം. So if sections are socially neglected and marginalized, ചില വിഭാഗം ആളുകളിലെ സമൂഹത്തിനെ ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ട്. അതാണ് അവരെ വരുന്ന ആളുകളാണ് ഈ ചോലനായ്ക്കള്, ആദിവാസി വിഭാഗക്കാരൊക്കെ. ഒരു സമൂഹത്തിൽ ഇങ്ങോട്ടൊന്നും ചേരൂല. പിന്നെ സോഷ്യൽ റിപ്പബ്ലിക് ഡേ ഇതിന് ഒരു മൂപ്പനെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ ഈ 26-നുള്ള. തന്നെ ഞങ്ങളുടെ ക്ഷണിച്ചേ മറ്റേ അതിഥിയായിട്ട് കേരളത്തിലാന്ന് തോന്നുന്നുണ്ട്. തന്നെ കേരളത്തിലാ? കേരളത്തിൽ നിന്ന് ആയ മൂപ്പൻ എനിക്ക് ഡൽഹിയിലേക്ക് പോകുന്ന പറഞ്ഞിട്ട് മൂപ്പന്മാരായിരിക്കും. എന്നിട്ട് കിങ് എഴുതിയത്. അപ്പൊ ഞാൻ ഇങ്ങനെ മൂപ്പനായിരിക്കില്ലേ വിചാരിച്ചിട്ടുണ്ട്. Then in India, social discrimination is very high എന്ന് പറയുന്നുണ്ട്. Then ഈ ഒരു സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കാൻ, റിമൂവ് ദി സ്റ്റേറ്റ്, ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യണം? എംഫസൈസ് ചെയ്യുന്ന പോലെ one social status is to be acquired as a result of his performance, efficiency, motivation and achievement. ഇത്തരത്തിലുള്ള എല്ലാ ഡിസ്ക്രിമിനേഷനും ഒഴിവാക്കാൻ എല്ലാവരും എന്ത് ചെയ്യണം? തൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കണം, തൻ്റെ എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കണം, ക്വാളിറ്റി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അതിനുള്ളൊരു സൊല്യൂഷൻ. Then the common people shall be educated. അഥവാ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണം, എങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കാം എന്ന് പറയുന്നു. ഡിസ്ക്രിമിനേഷന്, ഹരാസ്മെന്റ് ഒക്കെ എറാഡിക്കേറ്റ് ചെയ്യണം, ഒഴിവാക്കണം. Then girls education is very very important. അല്ലേ? മാർജിനലൈസേഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പാണ്, അഥവാ സോഷ്യൽ മാർജിനലൈസേഷൻ. ദാറ്റ് മീൻസ് സൊസൈറ്റിയിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്ന ഗ്രൂപ്പുകൾ. അപ്പൊ ഒന്നാമത്തേത് പറഞ്ഞത് നമ്മൾ എന്താ പറഞ്ഞു അറിയോ? കോസസ് ഓഫ് ഇനീക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ ആണോ. 2 കാരണം പറഞ്ഞത്. ഒന്ന് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അതാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സമൂഹമായിട്ട് കുറെ ആളുകളെ മാറ്റി നിർത്തുന്നു. 2 മാർജിനലൈസേഷൻ ഓഫ് സം സോഷ്യൽ ഗ്രൂപ്പാണ്, അതാണ് ഇനി പറയാൻ പോണത്. അഥവാ certain groups are excluded, disadvantaged and pushed out to the outskirts of society. അവരെ പലപ്പോഴും ഐസൊലേറ്റഡ് ഫ്രം സോഷ്യൽ മെയിൻ സ്ട്രീം, അഥവാ മെയിൻ സ്ട്രീമിൽ നിന്ന്, മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെ. ഒന്നാമത്തേല് മുഖ്യധാരയിൽ ഉണ്ടായിട്ട് മാറ്റി നിർത്തപ്പെടുന്ന ആളുകൾ, മറ്റേത് മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ. അവര് നെയ്തർ ഏബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സോഷ്യൽ ലൈഫ് നോർ എൻജോയ് എനി റെപ്രസെന്റേഷൻ ഇൻ ദ പൊളിറ്റിക്കൽ പവർ. അവരൊരിക്കലും സമൂഹത്തിനുള്ളിൽ വരാനോ അല്ലെങ്കിൽ അവിടെ നമ്മൾ ഭാഗമാകാനോ ഒരു ലീഡർഷിപ്പ് ഉണ്ടാവാനോ അവിടെ അവരുടെ ഒരു മുദ്ര പതിപ്പിക്കാനോ ഒന്നും അവര് താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിന് അവർ ശ്രമിക്കാത്ത ആളുകളൊക്കെ ആയിരിക്കാം. എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യലി ഡിപ്രസ്ഡ് ആയിരിക്കാം. അപ്പൊ അവർക്ക് തോന്നാണ് ഞങ്ങൾ ഇതിനൊന്നും അർഹതപ്പെട്ടവരല്ല, ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അർഹതപ്പെട്ടവരല്ല എന്നൊക്കെ തോന്നി സമൂഹത്തിൽ നിന്ന് സ്വന്തമായി മാറി നിൽക്കുന്ന ആളുകളൊക്കെ ഇതില് വരും. ഡിനൈഡ് ഓഫ് റൈറ്റ്സ് ആൻഡ് പ്രിവിലേജ്, അവർക്ക് അവകാശങ്ങളും കിട്ടുന്നുണ്ടാവില്ല, അധികാരങ്ങളും കിട്ടുന്നുണ്ടാവില്ല, അവർക്ക് പ്രിവിലേജുകളൊന്നും കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാം. പിന്നെ അതിൽ തന്നെ വരുന്നതാണ് മാർജിനലൈസ്ഡ് ചിൽഡ്രൻ ആൻഡ് ദർ ക്യാരക്ടറിസ്റ്റിക്സ്. അഥവാ കുട്ടികളും പലപ്പോഴും എന്ത് ചെയ്യുന്നറിയോ? മുഖ്യധാരയിൽ വരാതെ അല്ലെങ്കിൽ കൂട്ടത്തിൽ കൂടാതെ മാറി നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, നമ്മുടെ സ്റ്റുഡൻസ് പൊതുവെ കൂട്ടത്തിൽ നിൽക്കാതെ മാറി നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ദേ ലാക്ക് ദ ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലേണിംഗ്. അങ്ങനെ മാർജിനലൈസ്ഡ് ചിൽഡ്രൻ ഉണ്ടായാൽ, അഥവാ ഒരു പക്ഷെ അവര് കോമൺ സ്കൂൾ സിസ്റ്റത്തിൽ വരുന്നുണ്ടാവില്ല, വന്നാലും അത് അവർ കൃത്യമായി എൻജോയ് ചെയ്യുന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാവും. അവർക്ക് കൃത്യമായ അവസരങ്ങൾ കിട്ടാതെ പോകും. ഓക്കെ, അവർക്ക് ഡ്യൂ ടു മാൽന്യൂട്രീഷൻ ഓഫർ ബിക്കം സിക്ക്. അപ്പൊ അവര് ഈ സമൂഹത്തിൽ പൊതു ഇതിലേക്ക് വരാത്തതുകൊണ്ട് അവർക്ക് ന്യൂട്രീഷൻസ് കിട്ടാതെ വരാം, മാൽന്യൂട്രീഷൻ എന്നുള്ള ഒരു സംഭവം വരാം. അതുപോലെ തന്നെ അഡീക്വേറ്റ് മെഡിക്കൽ ഫെസിലിറ്റീസ് കിട്ടാതെ പോകാം. പിന്നെ അവർക്ക് പോവർട്ടി ഉണ്ടാവാം. ആ പോവർട്ടി കാരണം അവരെന്ത് ചെയ്യും? റിമോട്ട് പ്ലേസസിൽ താമസിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ അർബൻ ഏരിയയിൽ നിന്ന് മാറി ഒരു വില്ലേജിലോ അല്ലെങ്കിൽ ഔട്ട്സ്കേർട്സ് ഓഫ് ദ ഏരിയ, അർബൻ ഏരിയ, കാടുകളിലോ അല്ലെങ്കിൽ റിമോട്ട് ഏരിയകളിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. നമ്മൾ പറഞ്ഞ പോലെ ആദിവാസികള്, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇവരെന്ത് ചെയ്യും? അവിടെയുള്ള കുട്ടികൾ ഈ ഒരു കോമൺ സ്കൂൾ സിസ്റ്റത്തിലേക്കൊന്നും വരാതെ മാറി നിന്ന് താമസിക്കുന്നവരും ജീവിക്കുന്നവരും ഉണ്ടാവാം. അതുപോലെ തന്നെ അവർക്ക് ലാക്ക് ബേസിക് അമ്യൂണിറ്റീസ് ആൻഡ് ഹൈജീൻ, അവർക്ക് കൃത്യമായ ഹൈജീൻ ഇല്ല, ബേസിക് ഫെസിലിറ്റീസ് ഇല്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകും. ദേ ടേക്ക് സം ഓഡ് ജോബ്സ്, പലപ്പോഴും അവരെന്ത് ചെയ്യും? വളരെ വ്യത്യസ്തമായ ജോലികൾ തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം. ഏർലി ഏജ് ടു ഏൺ ആൻഡ് ഓഗ്മെന്റ് ദെയർ ഫാമിലി ഇൻകം, പലപ്പോഴും അവർ കുട്ടിയാകുമ്പോൾ തന്നെ ഒരു വരുമാനം കിട്ടണം എന്നൊക്കെ എഴുതി
എന്തെങ്കിലും ദൂരെ മാറി നിന്ന്, അല്ലെ ദാറ്റ് മീൻസ് സമൂഹത്തിനുള്ളിൽ വരാതെ വേറെ വേറെ ജോലികൾ ഏർപ്പെട്ട്, അല്ലെങ്കിൽ അവരൊരു പിന്നെ ഏതെങ്കിലും കമ്പനിയുടെ ഭാഗമായിട്ടോ ഒക്കെ ചെറുപ്പത്തിൽ മുതലേ പ്രവർത്തിച്ചു വരുന്ന ആളുകളൊക്കെ, അത്തരം കുട്ടികളൊക്കെ ഉണ്ടാവാം. മാർജിനലൈസ്ഡ് ആയി മാറി നിൽക്കുന്ന ആളുകൾ. പലപ്പോഴും അവർക്ക് none of their peers in the neighborhood show any interest to go to school. ചിലപ്പോഴെങ്കിലും ചില കുട്ടികൾ എന്തിനില്ല, സ്കൂളിൽ പോകാൻ താല്പര്യപ്പെടുന്നില്ല, അവർക്ക് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം അറിയില്ല, അവരുടെ പാരന്റ്സിനും അറിയില്ല. അത്തരം ആളുകളൊക്കെ ഉണ്ടായേക്കാം. താഴെ പോയിന്റ് പറയുന്നുണ്ട്, ദ പാരന്റ്സ് ഓഫ് സച്ച് ചിൽഡ്രൻ ആർ ഇല്ലിറ്ററേറ്റ്. കാരണം രക്ഷിതാക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലാണ് അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക. അവർക്ക് അതിനെ കുറിച്ച് അവയർനെസ്സും അതിന്റെ ഒരു അഡ്വാൻറ്റേജുകളും ഒന്നും അറിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അവർ പോവർട്ടി അവരെ തടയുന്നുണ്ടാവും, ഭയങ്കര പട്ടിണി ആയിരിക്കാം. അത്തരത്തിലുള്ള സാഹചര്യത്തിലൊക്കെ ഈ മാർജിനലൈസ്ഡ് ചിൽഡ്രൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ മാർജിനലൈസ്ഡ് ചിൽഡ്രൻ നോട്ട് ഓൺലി ലാക്ക് എഡ്യൂക്കേഷൻ. അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് വൊക്കേഷണൽ സ്കിൽസ് കിട്ടണില്ല, അവർക്ക് വൊക്കേഷണൽ ട്രെയിനിങ്ങോ അത്തരത്തിലുള്ള ഒന്നും കിട്ടാതെ പോകുന്നുണ്ട്. ഒരാൾക്ക് സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ കുറെ സ്കില്ലുകൾ വേണം, കുറെ വാല്യൂസ് വേണം, അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടാവണം. അതൊന്നും ഇല്ലാതെ പോകുന്ന ഒരു കൂട്ടം കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് പറയുന്നത്. അവർക്ക് ഡു നോട്ട് ഹാവ് റോൾ മോഡൽസ് ഇൻ ദിയർ കമ്മ്യൂണിറ്റീസ് ഫോർ ഡെവലപ്മെന്റ്. അവർ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല വെച്ചാൽ അവർക്ക് കൃത്യമായ റോൾ മോഡൽ ഇല്ല, അവർക്ക് അതിന് ഗൈഡ് ലൈൻസ് കൊടുക്കാൻ ആളില്ല, അവരുടെ പാരന്റ്സിന് അതിന് വിദ്യാഭ്യാസം ഇല്ല, അല്ലെങ്കിൽ അവർക്ക് അതിന് താല്പര്യമില്ല, അല്ലെങ്കിൽ അവർക്ക് അതിന് പറ്റുന്ന സിറ്റുവേഷൻ ഇല്ല. ഇങ്ങനെയൊക്കെ നമുക്ക് എന്തുണ്ടാവാം, മാർജിനലൈസ്ഡ് ചിൽഡ്രൻ നമ്മുടെ നാട്ടില് ഉണ്ടാകാം. അപ്പം അതവിടെ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് എന്താണ്, കോസസ് ഓഫ് ഇനീക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ ആണ്. പ്രധാനമായി രണ്ട് കോഴ്സ്, സോഷ്യൽ ഡിസ്ക്രിമിനേഷനും മാർജിനലൈസേഷൻ ഓഫ് സം സോഷ്യൽ ഗ്രൂപ്പും. സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ നമ്മൾ നേരത്തെ പഠിച്ച അതന്നെയാണ്. മാർജിനലൈസേഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പിൽ ഒന്ന് എന്താണ്, ആ കോൺസെപ്റ്റ് എന്താ പഠിച്ചു. പിന്നെ മാർജിനലൈസ്ഡ് ചിൽഡ്രൻ ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പിന്നീട് നോക്കിയത്. ഇനി ടൈപ്സ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി. സമൂഹത്തിൽ അങ്ങനെ ഒരുപാട് ഇനീക്വാലിറ്റികൾ ഉണ്ടോ? നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? നോട്ട് ഓൾ ഇന്ത്യൻ ഹാവ് ലേൺഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡെമോക്രസി ഇൻ ആൻ ഇന്റലിജന്റ് വേ ഈക്വലി ആൻഡ് എഫിഷ്യന്റ്ലി. അല്ലെ, നമുക്ക് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഒരേപോലെ ജനാധിപത്യ മേഖലയിലോ ഇലക്ഷനിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലോ ഒന്നും ഇടപെടാൻ കഴിയില്ല. അതിനുള്ള ബുദ്ധി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള അറിവുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. അല്ലെ, കുറെ ആളുകൾ ഈ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളല്ലേ. നമ്മുടെ നാട്ടില് ഈ ലേഡീസിന്റെ ഒക്കെ കുറെ അവസ്ഥകൾ വെച്ചാണ്. ഒരുപാട് സ്ത്രീകളുടെ ജീവിതം എന്താ പറയാ, അടുക്കളയിൽ നിന്ന് തുടങ്ങി അടുക്കളയിൽ അവസാനിച്ച ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലില്ലേ? അതെ, പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഉണ്ടാവില്ല. അല്ല, അവർക്ക് ഇതുവരെ അഭിപ്രായം പറയാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. അവർക്കൊരു വോയിസ് ഉണ്ടാവില്ല ഒരു വീട്ടിൽ. അവസരം കിട്ടിയാലും പറയാത്തവരുണ്ട്. അങ്ങനെ അവസരം കിട്ടിയാൽ പറയണമെങ്കിൽ അതിനുള്ള ചാൻസസും അതിനുള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല, എന്ന് കാഴ്ചപ്പാടുകൾ ഉണ്ടാവില്ല. പിന്നെ ഇനിയിപ്പോ കുറച്ച് കാഴ്ചപ്പാട് ഉണ്ടെങ്കിലും അത് അവർ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, പ്ലാറ്റ്ഫോമുകൾ ഇല്ല എന്നുള്ളതാണ്. കാരണം അവര് മാക്സിമം അവർ അഭിപ്രായം പറഞ്ഞേക്കുക ഏതെങ്കിലും ഡ്രസ്സ് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ കുട്ടിനെ ഏതെങ്കിലും സ്കൂൾ ചേർക്കുമ്പോഴോ അതൊക്കെ. കുടുംബശ്രീ എന്ത് കുടുംബശ്രീ മെൻഷൻ ചെയ്യാൻ കാരണം? അല്ല, അതിലെ അഭിപ്രായമൊക്കെ ഫുൾ അലമ്പോ. അല്ലെ, ഇവര് ഞാൻ ശരിക്കും ആലോചിക്കലുണ്ട്, നമ്മളിപ്പോ കുറെ കുട്ടികൾ വിദ്യാഭ്യാസം നേടിപ്പോയി, പക്ഷെ എന്നാലും കുറെ ആളുകൾ ഇന്ന് ടിവിന്റെ മുന്നിലും അല്ലെങ്കിൽ വീട്ടിൽ മാത്രം ഒതുക്കപ്പെട്ട് അവസരങ്ങളില്ലാണ്ട് അല്ലെ ജീവിതം കഴിഞ്ഞു പോയ എത്രയോ ആളുകളുണ്ട്. അവസരം കിട്ടാഞ്ഞിട്ടല്ല, അവസരം ദുരുപയോഗം ചെയ്തിട്ട് എന്നൊക്കെ പറയാം. കുറെ ആളുകൾക്ക് അവസരം കിട്ടാത്തതുകൊണ്ട് തന്നെയാണ്. അഥവാ ഈ എഡ്യൂക്കേഷൻ പ്രോപ്പർ ക്വാളിഫിക്കേഷൻസ് ഇല്ല. +2 വരെയൊക്കെ പഠിച്ചു, പിന്നെ കല്യാണം കഴിഞ്ഞു, പ്രഗ്നന്റായി, അങ്ങനെയൊക്കെ പോയി. ചില 10ാം ക്ലാസ് വരെ പഠിച്ചു, അവർക്കൊരു ജോലി എന്നൊക്കെ പറയുമ്പോ പെട്ടെന്നാണ് കിട്ടുക എന്നൊക്കെ പറയണ പ്രശ്നമല്ലേ. നമ്മളെ പ്രസിഡന്റ് അല്ലേ ഇന്ത്യന്റെ, 36 ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് വന്നല്ലേ, ദ്രൗപദി മുർമു ഒക്കെ. ട്രൈബൽ കമ്മ്യൂണിറ്റി വന്ന എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും അറിയപ്പെടുന്നവരുണ്ട്, പക്ഷെ അത് റയർ അല്ലേ. ക്വാളിഫൈഡ് ആയിട്ട് മുന്നോട്ട് വരുന്ന ആ ഒരു അത്ര ചാൻസസ് അല്ലാത്തവർക്ക് കിട്ടില്ല.
അപ്പം പക്ഷെ ഒന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ജോലിയൊന്നും കിട്ടുന്നില്ലല്ലോ ഒരു പരിധി വരെ. അത് വെച്ചാല് സ്വാഭാവികം, കാരണം ക്വാളിഫൈഡ് ആളുകളുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉണ്ടാവും. അപ്പൊ ഇതിലെ ടൈപ്സ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി ആണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഒരു സൈഡിൽ കുറച്ച് പോയിന്റ്സ് അതിൽ പറഞ്ഞു കേട്ടോ. രണ്ട്, ഇന്ത്യസ് എക്കണോമിക് പോളിസി സെറ്റ് ടു ബി പ്രോ റിച്ച് ആൻഡ് ജനറേറ്റ് ന്യൂ റിച്ച് പീപ്പിൾ. ഇന്ത്യന്റെ എക്കണോമിക് പോളിസി പ്രകാരം ഒരു ന്യൂ റിച്ച് പീപ്പിൾ ജനറേറ്റ് ചെയ്യുമെന്ന് പറയണേ. അതുപോലെ തന്നെ ടാക്സേഷൻ പോളിസി ഈസ് നോട്ട് ഹെൽപ്പിംഗ് ടു റിഡ്യൂസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് പുവർ. The taxation policy is not helping to reduce the gap between rich and poor എന്ന് പറയുന്നത്. റിച്ച് ആൾക്കാർക്ക് ഇതില്ലല്ലോ, ടാക്സ് ഇല്ലല്ലോ, ഓൽക്കെല്ലാം ഗിഫ്റ്റ് ആണല്ലേ പറയുന്നത്. അങ്ങനെ ഉണ്ടോ? ആണ്, നിങ്ങൾ കണ്ടില്ല? ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞാൽ ഒക്കെ ഗിഫ്റ്റ്, അപ്പൊ അതിന് ടാക്സ് വേണ്ട, ഗിഫ്റ്റിന് ടാക്സ് വേണ്ട, അപ്പൊ ഒരു വലിയ കല്യാണം ഉണ്ടാക്കാം. ശരിക്കും ടാക്സ് കൊണ്ട് പിന്നെ റിച്ച് ആയ ആളുകളുടെ പൈസ ടാക്സ് അടച്ച് അതുകൊണ്ട് പൂറായ ആളുകൾക്ക് സർവീസ് കൊടുക്കണം അല്ലെ? ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മള് ടാക്സ് നോക്കുകയാണെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള പീപ്പിൾസ് ആണ് പൈസക്കാരും കൂടെ നോക്കുന്നത്. കൂടുതൽ ടാക്സ് അടക്കേണ്ടി വരിക സാധാരണക്കാരാണ് അടച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അതിന്റെ പെർസെന്റേജ് സാധാരണക്കാരാ കൂടുതൽ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സോഷ്യൽ ഇനീക്വാലിറ്റി ഉണ്ടെന്നാ പറയണേ സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ. പിന്നെ 3, ഇനീക്വാലിറ്റി ഇൻ ഈക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി ഹാസ് നോട്ട് റീച്ച്ഡ് ദ വീക്കർ സെക്ഷൻ. അഥവാ സമൂഹത്തിലെ ഏറ്റവും വീക്കർ സെക്ഷൻ അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് അവർക്ക് എന്ത് കിട്ടുന്നില്ല പറയണേ, ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല, ഇൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. 4, ദ പ്രാക്ടീസ് ഓഫ് ഷെയറിംഗ് പവർ റൈറ്റ് ഫ്രം ദ ഫാമിലി ലെവൽ ടു ദാറ്റ് ഓഫ് റിലീജിയൻ ആൻഡ് നാഷൻ ഹാസ് നോട്ട് യെറ്റ് സ്ട്രെങ്തൻഡ്. അഥവാ ഷെയറിംഗ് ഓഫ് പവർ അത് വീട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് നാട്ടിലും പൊളിറ്റിക്സിലും അതെല്ലാം ഈക്വലായി ആയിട്ടില്ല എന്നാ പറയുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആവാം, അല്ലെങ്കിൽ പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും ആവാം. ഒരു ഈക്വൽ ഷെയറിംഗ് ഓഫ് പവർ നമ്മുടെ നാട്ടിൽ ആയിട്ടില്ല എന്നാണ്, അവിടെ ഇനീക്വാലിറ്റി ഉണ്ട് എന്നാ പറയണേ. അതുപോലെ തന്നെ ഓൾ സിറ്റിസൺസ് ആർ നോട്ട് ട്രീറ്റഡ് ഈക്വലി. എല്ലാ സിറ്റിസൺസിനെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നില്ല. അതിപ്പോ ഏറ്റവും കഴിഞ്ഞ ഒരു ഏറ്റവും ലാസ്റ്റ് ഇൻസിഡന്റ് വെച്ചിട്ട് എന്തെങ്കിലും പറയാൻ കഴിയുമോ? നമ്മളെ ബോച്ച വിവാദം ഉണ്ടായില്ലേ? ഹണി റോസിന്റെ ഹണി റോസ് ഒരു പരാതി കൊടുത്തല്ലോ. അതേ സ്ഥാനത്ത് ഒരു സാധാരണ സ്ത്രീയാണ് പരാതി കൊടുത്തതെങ്കിൽ മുഖ്യമന്ത്രി തിരിച്ചു വിളിക്കുവോ? ഇല്ല. പരാതി അറിയാനില്ല മുഖ്യമന്ത്രി, പിന്നല്ലേ വിളിക്കലും. മുഖ്യമന്ത്രിയെ വിളിക്കാൻ പോലും അവസരം കിട്ടില്ല. ഇത് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും പോയി നേരിട്ട് കാണാനും മുഖ്യമന്ത്രി ഇങ്ങോട്ട് വിളിച്ച് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ അവിടെ ഈക്വാലിറ്റി ഉണ്ട് എന്ന് പറയാം. VIP വിസിറ്റേഴ്സിന്റെ ലിസ്റ്റ് പോലും ഇല്ലാന്ന് കേട്ടെ. So government is not responsive to people's needs അല്ലെ? ബോച്ചക്ക് ജയിലിൽ AC ഇരിക്കാനുള്ള അവസരം കൊടുത്തിട്ട് പിന്നെ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഷൻ ഉണ്ട്. അതൊക്കെയാണ് നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ. ഇനി കാസ്റ്റ് ബേസ്ഡ് സോഷ്യൽ ഇനീക്വാലിറ്റി, ഓക്കെ, ജാതിന്റെ ബേസിലുള്ള ഇനീക്വാലിറ്റി എന്താണ്? So each caste has its own lifestyle, code of conduct, prescribed customs, traditions അല്ലെ? എല്ലാ ജാതിക്കാർക്കും എന്തുണ്ട്? അവരുടേതായ സ്റ്റൈലുകളും മൊറാലിറ്റിയും റിച്വൽസും കസ്റ്റംസും എല്ലാം ഉണ്ട്. So the disparity in society which provides for making available preferences and privileges to some caste. ചില ജാതിക്കാർക്ക് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനവും ചില ജാതിക്കാർ അതേ സമയത്ത് ചില ജാതിക്കാർക്ക് അവരുടെ ഒരു പിന്നെ അവസരങ്ങൾ കിട്ടാതെയും പോകുന്നുണ്ട് എന്നാ പറയണേ. ഇന്നത്തെ ഒരു അവസ്ഥയിൽ കുറവാണ് എങ്കിലും ഉണ്ട് എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ സെയിം കാസ്റ്റിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ആർ അലോൺ കൺസിഡർഡ് ആസ് ബിലോങ്ങിങ് ടു ദാറ്റ് കാസ്റ്റ് അല്ലെ? ചിൽഡ്രൻ ബോൺ ടു പാരന്റ്സ് ഓഫ് ദ സെയിം കാസ്റ്റ് ആർ അലോൺ കൺസിഡർഡ് ആസ് ദ ബിലോങ്ങിങ് ടു ദാറ്റ് കാസ്റ്റ്. ശരിക്കും നമ്മളല്ലേ മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ ഏത് കാസ്റ്റിലാണ് ജനിക്കുന്നത് ആ കുട്ടി ആ കാസ്റ്റ് അറിയപ്പെടുക എന്നുള്ളതല്ലേ നമ്മൾ ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ ഒരു വ്യവസ്ഥിതി. എന്റെ ജനനാണോ നിങ്ങളെ പ്രശ്നം എന്ന് വെച്ചില്ലേനു? അതല്ല, ശരിക്കും അതിനെ കുറിച്ച് ആ കുട്ടി നമ്മളൊരു മോഡേൺ വ്യൂ പ്രകാരം കുട്ടി പ്രായപൂർത്തിയായിട്ട് തന്റെ ജെൻഡർ എന്താണ്, തന്റെ കാസ്റ്റ് എന്താണ്, തന്റെ പേരെന്താണ് എന്നൊക്കെ വിളിച്ചു പറയട്ടെ എന്നാണ് പുതിയ ആശയങ്ങളുടെ അല്ലെങ്കിൽ പുതിയ കോൺസെപ്റ്റ്. എന്താണ് അവിടെ കേരളത്തിൽ ഒരു ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ലേ? രണ്ട് ഗേൾസിനെ പോലെയുള്ള അത് എന്നിട്ട് ഓരോ കുട്ടീന്റെ ജെൻഡർ റിവീൽ ചെയ്തിട്ടില്ല. അവര് പറയണത് ആ കുട്ടി സ്വയം റിവീൽ ചെയ്യട്ടെ എന്നുള്ളതാണ്. ആ കേസ് എന്താണെന്ന് ശരിക്കും അറിയില്ലേ?
അത് നമ്മള് ട്രാൻസ്ഫർ ചെറുതായപ്പോ ഉണ്ടായിരുന്നില്ലേ സ്റ്റോറി, ഒരു ബുക്കിൽ ഒരു പോർഷൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ, ജീവൻ എന്തോ പേരുള്ള ചെറിയൊരു ഓർമ്മ, ഭയങ്കര ഇഷ്യൂ ആയിട്ട് ആ ടോപ്പിക് ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു സിലബസിന്ന്. എന്താ സംഭവം പറ. എന്തൊരു കുട്ടീന്റെ പേര് ജീവൻ, അതായത് ജാതിനെ റെപ്രസെന്റ് ചെയ്യാൻ, മതത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ അതെ ഒരു പേരിട്ടിട്ട് അതിനെ കുറിച്ച് എന്തൊരു ടോക്കാണ്. ദെൻ ആ സിലബസിന് ആ ടോപ്പിക് ഗവൺമെന്റ് എടുത്ത് മാറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞ ഈ പോയിന്റ് ഉണ്ടല്ലോ, നമ്മളിപ്പോ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രമാണ് മുസ്ലിം ആകുന്നു, അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ വേണമെന്നാണോ വേണ്ടതാണോ? ആസ് എ പേഴ്സൺ എനിക്ക് വേണം. അപ്പോ ഫാത്തിമ ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചിരുന്നതെങ്കിൽ ആ എക്കോസിസ്റ്റത്തിൽ വളർന്നേനെ. വിൽ യു ബി സാറ്റിസ്ഫൈഡ്? അതിപ്പോ ഞാൻ എങ്ങനെ പറയാ, ഇപ്പന്റെ കണ്ടീഷനിലാണെങ്കിൽ അല്ല പറയൂ. എന്നാലും ഒരു ഓപ്പൺ ചിന്താഗതി വെച്ച് നോക്കുമ്പോ ഒരാള് ഇപ്പോ ഒരു ജാതിയിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് അയാൾ ആ ജാതിക്കാരൻ തന്നെ ആവണം എന്നങ്ങട്ട് നമ്മള് ഇൻസിസ്റ്റ് ചെയ്യുന്നതിനോട് എന്താണ്? പക്ഷെ ഇപ്പൊ അങ്ങനെ ജാതിയൊന്നും വാലിപ്പേരൊന്നും ഇല്ലല്ലോ. ജാതി ഇപ്പൊ രേഖപ്പെടുത്താൻ പാടില്ലെന്നാണ് അല്ല, ചോദിക്കാൻ പാടില്ല. ഞാനിപ്പോ റിയാലിറ്റി ഷോയില് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരാൾ പേര് പറഞ്ഞിട്ട് അയാളെ ഫുൾ ഇപ്പൊ ലയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ അതില് മറ്റേ രമ്യ അങ്ങനെ ഒരു ജഡ്ജസ് ഒരു ആക്ട്രസ് നായരോ നമ്പ്യാരോ അങ്ങനെ. അപ്പൊ ഒരു എന്താ അങ്ങനെ പേരിട്ടെ? അപ്പൊ തിരിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങളെ പേര് ഫുള്ളെന്ന് പറഞ്ഞേനെ. അപ്പൊ പിന്നെ ഒന്നും പറയുന്നില്ല. ഓക്കെ, അടുത്ത നെഹ്റുവിന്റെ കാഴ്ചപ്പാടാട്ടോ. നെഹ്റു ഡിസ്ക്രൈബ് ഈ ഇന്ത്യൻ ചോദ്യത്തിലല്ലേ കുറെ ആള് സൈലന്റ് ആയിരിക്കുന്നത്, അതുപോലെ മതപരമായ വിശ്വാസത്തിനെ ബാധിക്കോ അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു അഭിപ്രായം പറഞ്ഞ എന്താവും എന്നൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാടിലായിരിക്കാം. ആൻഡ് നെഹ്റു പറഞ്ഞത് ദ കാസ്റ്റ് സിസ്റ്റം ആസ് ദ ക്യാൻസർ അഫ്ലിക്റ്റിംഗ് ദ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞു. ജാതി സിസ്റ്റം നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിന്റെ ക്യാൻസർ ആണ് എന്ന് നമ്മൾ നശിപ്പിക്കുന്നതാണ് നെഹ്റുവിന്റെ അഭിപ്രായം. The reservation of seat or quota system in higher education and government job has benefited the backward caste. അല്ലെ, ഈ ബാക്ക്വേർഡ് ആയ ആളുകൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ റിസർവേഷൻ കൊടുക്കുന്നത് ഇനിയും തുടരണോ? അതെ, ബാക്ക്വേർഡ് ആയ എങ്ങനെ? നമ്മള് കേരളത്തിൽ മാത്രമേ ഉഷാറായിട്ടുള്ളൂ, പുറത്തൊക്കെ സെയിം അവസ്ഥയാണ്. സെയിം അവസ്ഥയല്ലേ? എന്നാ തുടരട്ടെ അല്ലേ? ഓക്കെ, ഈ അടുത്ത ഇന്റർകാസ്റ്റ് മാരേജ് ആട്ടോ ആദ്യം മനക്കുള്ളതാണ്. പ്രൊമോട്ടിംഗ് ഇന്റർകാസ്റ്റ് മാരേജ് പ്രത്യേകിച്ച് വിരോധമൊന്നും ഇല്ലല്ലോ. കല്യാണം കഴിക്കാത്തവരാണ്. could demolish the caste structure and increase social equality എന്ന് പറഞ്ഞു. ഇന്റർകാസ്റ്റ് മാരേജ് ഉണ്ടാവുകയാണെങ്കിൽ, അതൊന്ന് കൂട്ടിക്കിട്ടുകയാണെങ്കിൽ സമൂഹത്തിൽ സോഷ്യൽ ഈക്വാലിറ്റി ഉണ്ടാകും എന്നൊക്കെ പറയുന്നു. അത് ശരിയല്ലേ? കാരണം രണ്ടാളും രണ്ട് മതമാകുമ്പോ പിന്നെ അവിടെ മതത്തിന്റെ പേരിൽ മതം അങ്ങനെ അല്ലെ, ഇന്ന മതം എന്ന് വേണ്ട, എല്ലാരും എല്ലാ മതത്തിലും ഉണ്ടെങ്കിൽ രണ്ടുപേരും ആ രണ്ട് മതമെങ്കിലും അവര് ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ തീരുമാനിക്കല്ലോ. ബാക്കിറ, സോഷ്യൽ ഇക്വാലിറ്റി നിലനിർത്താൻ താങ്കൾ തയ്യാറാണോ? ഞാൻ തയ്യാറാണ്, തയ്യാറല്ല. ഏതായാലും then gender based inequality. Okay, treating males and females differently in family, education, institution. എല്ലായിടത്തും ജെൻഡറിനെ ഡിഫറെന്റ് ആയിട്ട് കാണുന്നു എന്നാ പറയണേ. അതൊരു ജെൻഡർ ബേസ്ഡ് ഇനീക്വാലിറ്റി ആണ് അല്ലെ? എല്ലാവരും ഒരേപോലെ കാണണ്ടേ? ആണോ? എല്ലാ സ്ഥലത്തും പുരുഷനും സ്ത്രീയും ഒരുപോലെ കാണണോ? ആണാണ് പെണ്ണ് പെണ്ണാണ്, ആണിന് പെണ്ണിനേക്കാൻ കഴിയില്ല, പെണ്ണിന് ആണിനേക്കാൻ കഴിയില്ല. അതാണ് എന്റെ. അതൊക്കെ കറക്റ്റ് ആണ്, പക്ഷെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ളത് നമുക്ക് കിട്ടണം. അതെ, നമ്മളെ വാദിക്കുന്ന കാര്യം വരുമ്പോ നമുക്ക് ഈക്വാലിറ്റി വേണം. നമ്മൾ വാദിക്കാത്ത പേര് ബസ്സിൽ കയറിയാല് ലേഡീസിന് സീറ്റ് വേണം അല്ലെ? അങ്ങനെയൊന്നും ഞാൻ പറയില്ല, പക്ഷെ ചില കാര്യങ്ങളിൽ അങ്ങനെ ബസ് സീറ്റ് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇല്ല. അതിപ്പം രണ്ടുപേർക്കും ഇരിക്കേണ്ടതാണല്ലോ. ലേഡീസ് ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, ലൈക്ക് പ്രഗ്നൻസി അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ആണുങ്ങൾക്കും കാല് വേദനക്കും പെണ്ണുങ്ങൾക്കും കാല് വേദനക്കും, അത് നോർമൽ ആണല്ലോ. അവിടെയൊന്നും ഞാൻ അങ്ങനെ പറയില്ല. പക്ഷെ അല്ലാതെ ഈ വർക്ക് പ്ലേസ് അങ്ങനത്തെ എഡ്യൂക്കേഷൻ അവിടെയൊക്കെ ആണെങ്കിൽ വേണം. Okay, so unequal opportunities between men and women in education and employment. അല്ലെ, അവിടെയൊക്കെ എന്താണ് ഈക്വാലിറ്റി വേണം എന്നാണ് പറയണേ. അവിടെയൊക്കെ ഇനീക്വാലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മള് വേജില് അല്ലെ, ജോബ് നാച്ചുറൽ, അതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. കൺസിഡറിങ് വിമൻ ആസ് വൺസ് പേഴ്സണൽ പ്രോപ്പർട്ടി ആൻഡ് ഒബ്ജക്ട് ഓഫ് പ്ലഷർ. പലപ്പോഴും സ്ത്രീകളെ പേഴ്സണൽ പ്രോപ്പർട്ടി ആയിട്ടും പ്ലഷറിന് വേണ്ട ഒബ്ജക്റ്റ് ആയിട്ട് മാത്രം കാണുന്നു.
സ്ത്രീകൾ കുറെ ആയി നിന്ന് കൊടുത്തിട്ടല്ലേ വർഷത്തിലും ഇതിനൊക്കെ സ്ത്രീകൾ മാത്രം വരാനുള്ള കാരണം എന്താ? അത് സൈക്കോളജി ഡിഫറെന്റാ. ആ അതിലേക്ക് ആളുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഞങ്ങളെ കോൺസെൻട്രേറ്റ് നിങ്ങൾ അയക്കണില്ലേ, നിങ്ങൾ സമ്മതിക്കില്ല. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വിമൻ ആർ നോട്ട് ഈക്വൽ. അപ്പൊ എല്ലാവർക്കും ഈക്വൽ ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടണം. സാലറി വ്യത്യാസമുണ്ട് സർ. ജോബ് ഓപ്പർച്യൂണിറ്റി പക്ഷെ സാലറിയിലാണ് വ്യത്യാസം. സാലറിയിൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല കേട്ടോ, പ്രൈവറ്റിലേ ഉള്ളൂ. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പൊ എല്ലാവർക്കും ഗവൺമെന്റ് ജോബ് ചെയ്യാൻ പറ്റൂലല്ലോ, പ്രൈവറ്റ് അതല്ല കമ്പനിയൊക്കെ പൂട്ടി പോകണ്ടേ. പ്രൈവറ്റിൽ ഇപ്പോ അതിൽ എത്തിയിട്ടില്ല അല്ലെ, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് വന്നിട്ടില്ല. പിന്നെ എന്താ, വിമൻ ആർ കൺസിഡേർഡ് ആസ് നോട്ട് ഗുഡ് ടു ഡ്രൈവ് ഹെവി ട്രക്ക് എന്ന് പറയണേ. നിങ്ങൾ ഉപയോഗിക്കാണ്ട് ഹെവി ട്രക്ക് ഉപയോഗിക്കാണ്ടെന്ന്. ഇന്നത്തെ ഇതുണ്ടല്ലോ ഒരു കല്ല് കരിങ്കല്ലും കൊണ്ട് ഗുജറാത്തിലൊക്കെ പോയിട്ടുണ്ടല്ലോ ഇന്നലെ. അല്ല, ഒരു ട്രക്ക് ഓടിക്കാൻ മലയാളി കുടുംബമൊക്കെ ഉണ്ടല്ലോ, ഒരു അമ്മയും മോളല്ലേ. ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതായത് എല്ലാ ജോലിയും വുമൺസിനെ കൊണ്ട് പറ്റൂല എന്നുള്ള ഒരു സംഭവം ഉണ്ട്. ഹെവി, പ്രത്യേകിച്ച് ഹെവി ഡ്യൂട്ടീസ് ഒക്കെ അല്ലെ. ഹെവി ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഓക്കെ. അല്ലാതെ നമ്മളിപ്പോ ഒരു എന്താ പറയാ ഒരു കമ്പനിയിലാണെങ്കിൽ ഒരു ഹൈ പൊസിഷനൊക്കെ വരുമ്പോ അത് ലേഡീസിനെ കൂടെ പറ്റില്ല, അങ്ങനെ ഒരു ചിന്താഗതിയാണ്. മേ ബി അവർക്ക് പറ്റുമായിരിക്കും, എന്നാലും അങ്ങനെ ചിന്താഗതി ഉണ്ട് ഇപ്പോഴും. ദ റേറ്റ് ഓഫ് എൻറോൾമെന്റ് ഓഫ് ഗേൾസ് അല്ലെ, അഥവാ എവിടെയാണെങ്കിലും കോഴ്സുകളിലാണെങ്കിലും ജോബിലാണെങ്കിലും ഒക്കെ അവർ എൻറോൾ ചെയ്യുന്നത് കുറവാണ്. ഗേൾസ് ആർ സബ്ജക്ട് ടു സെക്ഷൽ ഹരാസ്മെന്റ്. അതിപ്പോ മാറിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ഒന്നാണ്ട് റിപ്പോർട്ട് പ്രകാരം. ഏതൊക്കെ സ്ത്രീകൾ സെക്ഷൽ ഹാരാസ്മെന്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളും കൂടി ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേ ട്രെയിനിൽ കൈമുട്ടിക്ക് വരുമ്പോ നമ്മളെ പോലെ പ്രൊട്ടക്ട് ചെയ്യല്. അതോ ഞാനെന്താ ചെയ്യലറിയോ, ഞങ്ങള് മണാലിക്ക് പോകുമ്പോ ഷോളൊക്കെ ഇട്ടിട്ടിരിക്കല. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങളിങ്ങനെ മുന്നിൽ ഇരിക്കും പോലെ വേക്കിലാക്കും. വിമൻ മിനിസ്റ്റേഴ്സ് ആർ സെൽഡം ഗിവൺ പവർഫുൾ പോർട്ട്ഫോളിയോസ്. അഥവാ ഈ സ്ത്രീകളായിട്ടുള്ള മിനിസ്റ്റേഴ്സിനെ അത് നല്ല നല്ല ആഭ്യന്തരം അല്ലെ അങ്ങനെ നല്ല നല്ല പോർട്ട്ഫോളിയോസ് കൊടുക്കൂല, നല്ല സ്ഥാനങ്ങൾ കൊടുക്കൂല, നല്ല വകുപ്പ് കൊടുക്കൂല. അത്ര ഇനി ക്ലാസ് ബേസ്ഡ് ഇനീക്വാലിറ്റി, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ഇനീക്വാലിറ്റി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോലെയാണ് കേട്ടോ. സോ വൊക്കേഷണൽ സ്റ്റാറ്റസ് ഓഫ് എ പേഴ്സൺ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിസ് എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റ് ആൻഡ് സ്കിൽസ്. ശരിക്കും എന്താവണം എന്ന് വെച്ചാല് ഒരാളുടെ സ്കില്ല് ബേസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. സോ പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താ വെച്ചാല് ക്ലാസ് ബേസ്ഡ് ഇനീക്വാലിറ്റീസ് ഉണ്ട് എന്നാണ് പറയണേ. പിന്നെ 3 occupation റിലേറ്റഡ് ലെയേഴ്സ്, നെയിംലി ഹൈ ക്ലാസ്, മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ ക്ലാസ്. ഇങ്ങനെ 3 ക്ലാസ് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ 3 ക്ലാസ് പറയുമ്പോൾ തന്നെ അവിടെ ഇനീക്വാലിറ്റി വന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഹൈ ക്ലാസ് ആണെങ്കിൽ ഹെവി ഇൻഡസ്ട്രീസിൽ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ടോപ്പ് ഒഫീഷ്യൽസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നല്ല പൈസ, നല്ല സ്ഥാനവും നല്ല സാമ്പത്തിക അവസ്ഥ ഉണ്ടാകും. മിഡിൽ ക്ലാസ് ആണെങ്കിലൊക്കെ ഒരു ആവറേജ് ആയിരിക്കും. അവര് നോളജ് റിലേറ്റഡ് സർവീസ് ആണ് അവർ കാര്യമായിട്ട് ചെയ്യുക. ഈ അധ്യാപകരൊക്കെ ശരിക്കും ഒരു മിഡിൽ ക്ലാസ്സിലൊക്കെയാണ് വരിക. പക്ഷെ ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ ഇവർക്ക് ഹൈ ക്ലാസ്സിന് ആവാം. ലോവർ ക്ലാസ് ആണെങ്കിൽ മാനുവൽ ലേബേഴ്സ് ആയിരിക്കും അല്ലെ. നമ്മൾ എപ്പോഴും അങ്ങനത്തല്ലേ, നമ്മൾ അവൻ ഏത് ക്ലാസ്സാണ് മനസ്സിലാക്കിയത് അവന്റെ ജോലി വെച്ചിട്ടോ ഒക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ ക്ലാസ് ബേസ്ഡ് ഉണ്ട് എന്ന്, അതോ സാമ്പത്തികമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ഡിസ്പാരിറ്റീസും ഇനീക്വാലിറ്റീസും ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയണത്. വേറെ ഫുള്ള് പറയണമെന്നില്ല. ഇനിയാണ് ഇത് അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. സ്റ്റെപ്സ് മേ ബി ടേക്കൻ ടു റെഡ്യൂസ് ദ ക്ലാസ് സ്ട്രഗിൾ ഇൻ സൊസൈറ്റി. അപ്പൊ ഇങ്ങനെ ക്ലാസ് സ്ട്രഗിൾ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? പ്രൊവൈഡിങ് വൊക്കേഷണൽ ട്രെയിനിങ്. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യണം? വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കണം. ജനറൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഒരു ജോലി പഠിപ്പിക്കുക. അതിപ്പോ ഏകദേശം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നുണ്ട്. ഇൻക്രീസിംഗ് നമ്പർ ഓഫ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഇൻ പോപ്പുലേഷൻ അല്ലെ, കുറെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ പുറത്തിറങ്ങട്ടെ. അതുപോലെ തന്നെ ലിബറൽ ലോൺസ്, അവർക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള ലോൺ സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക. കാരണം അവർക്ക് പൈസ ഇല്ലെങ്കിലും പഠിക്കണം. ദെൻ മോഡേണൈസിങ് അപ്ഡേറ്റിംഗ് ലേബർ ലോസ്, ജോലി നിയമങ്ങള് ലേബർ ലോ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടാക്സിങ് ദ ഹൈ ഇൻകം ഗ്രൂപ്പ് ബൈ ഇൻക്രീസിങ് ഇൻകം ടാക്സ് ആൻഡ് വെൽത്ത് ടാക്സ്. ഇൻകം ടാക്സ് കൂട്ടുക, അത് പരമാവധി കൂട്ടിക്കോട്ടെ, കാരണം പൈസ ഉള്ളതാണ് നടക്കുന്നത്. പിന്നെ പ്രൊഡക്ടിവിറ്റി ഓഫ് വർക്കേഴ്സ് എൻഹാൻസ് ചെയ്യുക, എൻഷുവർ ചെയ്യുക, ഉറപ്പുവരുത്തുക, ജോലിക്കാരുടെ പ്രൊഡക്ടിവിറ്റി ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഓൺടർപ്രണർഷിപ്പിനെ യുവാക്കളുടെ ഇടയിലുള്ള സംരംഭങ്ങളെ വളർത്തുക, സംരംഭകരെ വളർത്തുക. അതുപോലെ തന്നെ
എന്താ പ്രൊവൈഡിങ് ലേബർ റെപ്രസെന്റേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. അപ്പം ഇൻഡസ്ട്രിയൽ യൂണിറ്റിലേക്കും ഒക്കെ അവരുടെ ലേബേഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിലൊക്കെ എന്ത് ചെയ്യുക, അതിന് വേണ്ട ലേബേഴ്സ് സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്യുന്ന ലേബേഴ്സിനുള്ള ഒരു ക്ലാസ്സും അവരുടെ ഒരു സേഫ്റ്റിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നമുക്കൊരു ക്ലാസ് സ്ട്രഗിൾ ഒഴിവാക്കാം എന്നാണ് പറയുന്നത്. ദെൻ ഇനീക്വാലിറ്റി റിലേറ്റഡ് ടു റീജിയൻ, പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അനുസരിച്ച്. കാരണം ഇന്ത്യയിൽ കുറെ റീജിയൻസ് ഉണ്ട്, പല സംസ്ഥാനങ്ങളുണ്ട്. അവരൊക്കെ എന്തുണ്ട്, എല്ലാവരും ഒരേപോലെ പരിഗണിക്കപ്പെടുന്നില്ല എന്നാണ്. The main indices of progress like generation of electricity, food production, transport and communication facilities, educational and medical facilities. അഥവാ അവർക്കൊക്കെ എന്ത് കിട്ടണം, ബേസിക് ആയ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം എല്ലാ റീജിയനിലെ ആളുകൾക്കും. അർബൻ ആയ ആളുകൾക്ക് മാത്രം ഒരുപാട് ഫെസിലിറ്റീസ് കിട്ടുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് പറയുന്നത്. റൂറൽ ഏരിയ സ്റ്റിൽ ലാക്ക് ഈവൻ എസെൻഷ്യൽ ഫെസിലിറ്റീസ് ഓഫ് ലൈഫ്. റൂറൽ ഏരിയ ആണെങ്കിൽ പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല, ഇലക്ട്രിസിറ്റിന് കുറവുണ്ടാവും, ഫുഡ് പ്രൊഡക്ഷന് കുറവുണ്ടാവും, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ അല്ലെ. അർബനിലൊക്കെ 5G വരുമ്പോൾ നമ്മുടെ നാട്ടിൽ 3G ആയിരുന്നു. അങ്ങനെ ആ ഒരു ഡിഫറൻസസ് എപ്പോഴും, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും എപ്പോഴും അങ്ങനെ ഒരു ഇനീക്വാലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് പറയണേ. പിന്നെ ബാക്ക്വേർഡ് ആയ റീജിയൻസ് പറയണം, ബീഹാർ, ഒഡീഷ, ഉത്തർപ്രദേശ് ഒക്കെ ബാക്ക്വേർഡ് എന്ന് പറയുന്നുണ്ട്. കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര ഒക്കെ ഫോർഫ്രണ്ട് ആണ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആണെന്നും പറയുന്നുണ്ട്. ഒരു റീജിയൻസിനനുസരിച്ച് ഇനീക്വാലിറ്റി നമ്മുടെ നാട്ടിലുണ്ട്, ഒഴിവാക്കണം. നമ്മൾ ഏകദേശം ഇങ്ങനെ അവസാന ഭാഗത്ത് കയറ്റി തുടങ്ങിയിട്ടുണ്ടോ.